So, hello everyone. Thanks for joining. ഈ ഒരു ഐ നോ ഈവനിങ് ആയി അപ്പോൾ എല്ലാവരും കുറച്ച് ടയേർഡ് ആയിരിക്കും ബട്ട് ദെൻ സിൻസ് യു ഗൈസ് ആർ wanting to eager to start your cat 25 preparation, I can know that you are so eager, which is why you have joined this session. So it is so great that you are signing up for the cat journey, which is going to be, I mean, you will be thankful for yourself at the end of this journey. So, so this session നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന കാറ്റ് 2025 ക്വാൺസ് പ്രിപ്പറേഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതിന്റെ സ്റ്റാർട്ടിംഗ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടെക്നീക്സ് ആൻഡ് വാട്ട് ഓൾ യു ഷുഡ് കീപ് ഇൻ മൈൻഡ് when you start preparation. So this is what we'll be covering. So it is going to be a very short session, but it is going to be filled with all the insights that me and Varun have gained through our cat journeys. So let's just start. I'll just start by introducing myself. I'm MG Dishan. If you are following the B Schooler on Instagram, you would have seen me quite a few times on Reels. So I am the founder of the B Schooler and also the quantitative aptitude and DLR faculty here. Talking about my CAT experience, I have scored 99 plus percentiles twice in the last attempts, and I've also done my MBA from IIT Delhi. Before my MBA, I was also a faculty at IMS Kerala. So now we have started our own as the B Schooler, which is CAT coaching based in Kerala. So with me here, I have Varun. Varun is our QA and DLR faculty, and Varun has recently in CAT 2024 he has scored an excellent 99.6 percentile. And Varun also comes with a teaching experience from both IMS as well as Career Launcher. So Varun will be taking the session from here on. So Varun, you can welcome for the session, and also you can take up from here on. Thank you for the introduction. Ipo, Dishan, just let me know whenever there is a connection issue or anything. Right. Yeah. So let's not waste our time. നമുക്ക് സമയം waste ചെയ്യാണ്ട് let's get directly into the agenda of the session. ഇപ്പോൾ കാറ്റിൽ ഇപ്പോൾ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ നമുക്ക് 3 സെക്ഷൻ ഉണ്ട്: VARC, DLR, ക്വാണ്ട്. അപ്പോൾ ഇന്നത്തെ സെഷൻ മെയിൻലി ഹൗ ടു ഗെറ്റ് സ്റ്റാർട്ടഡ്, എങ്ങനെയാണ് ക്വാണ്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ അജണ്ട ഫോർ ദിസ് സെഷൻ. റൈറ്റ്. ഇപ്പോൾ ഫസ്റ്റ് വെനെവർ യു want to climb a mountain, ഒരു മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ട ആ മൗണ്ടൻ എന്താണെന്ന്. അപ്പോൾ ക്വാണ്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിലെ സിലബസ് എന്താണ്. ക്വാണ്ട് സിലബസ്. അപ്പോൾ ബേസിക്കലി ഈ സ്ലൈഡ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ക്ലാസ് 10th വരെ നമ്മൾ പഠിച്ച മാത്സ്, പ്ലസ് എ ഫ്യൂ ആഡഡ് കോൺസെപ്റ്റ്സ്, കുറച്ച് എക്സ്ട്രാ ആഡഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് മാത്രമാണ് കാറ്റിൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ സെഷനിൽ പോകുന്തോറും നമ്മൾ വിൽ കം ടു മോർ ഡീറ്റെയിൽഡ് ആസ്പെക്ട്സ് ഓഫ് ദ സിലബസ്. ബട്ട് ബേസിക്കലി ക്ലാസ് 10ൽ നമ്മൾ എന്താണോ പഠിച്ചിരിക്കുന്നത് അത് മാത്രമാണ് കാറ്റിൽ ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഹൗ ക്വാണ്ട് സെക്ഷനും മറ്റേ 2 സെക്ഷനും തമ്മിലുള്ള ബിഗ്ഗസ്റ്റ് ഡിഫറൻസ് ഉണ്ടാക്കുന്ന ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്യൂ ലെവൽ, ഇത് കഴിഞ്ഞാൽ ഒരു പോയിന്റ് കഴിഞ്ഞ് ഇംപ്രൂവ്മെന്റിനുള്ള പ്രോബബിലിറ്റി, അതായത് എത്ര എളുപ്പത്തിന് ഒരു ലെവൽസ് നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റും, അത് ക്വാണ്ടിൽ വളരെ എവിഡന്റ് ആണ്. ബിക്കോസ് VARC Varun, are you there? Hello? Hello, am I audible? കട്ടായിരുന്നു ഇപ്പൊ, പിന്നെ now you are audible again. ഓക്കെ. സ്ക്രീൻ ഒന്ന് ഷെയർ. ബേസിക്കലി ക്വാണ്ട് അഡ്വാൻറ്റേജിലാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ക്വാണ്ടിലെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ് ആണുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ദ മോർ യു സ്റ്റഡി ദർ ഇസ് എ ഹയർ ചാൻസ് ദാറ്റ് ദർ ഇസ് മോർ ടു സ്റ്റഡി ആൻഡ് മോർ മാർക്സ് ടു ഗെയിൻ. DLRൽ യു മൈറ്റ് ഹിറ്റ് എ പ്ലാറ്റ്യൂ, VARC also you might hit a plateau because there are only a certain number of ways. ഇത്ര certain രീതികൾ മാത്രമേ ഉള്ളൂ
ഒരു പാസേജിനെ അനലൈസ് ചെയ്യാൻ. അത് പക്ഷേ ക്വാണ്ടിൽ അങ്ങനെയല്ല. ക്വാണ്ടിൽ സിൻസ് സിലബസ് നമ്മൾ സ്ട്രക്ചർ ചെയ്തൊരു സിലബസ് ഉള്ളത് കൊണ്ട് കൂടുതൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ദർ ആർ മോർ ക്വസ്റ്റ്യൻസ് ദാറ്റ് വി ക്യാൻ ഹിറ്റ്, റൈറ്റ്. പിന്നെ ക്വാണ്ടിൽ ഒരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ്ട്രീംലി ഒരു പ്രോബ്ലം സോൾവിങ് ആണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. പ്രോബ്ലം സോൾവിങ് മാത്രമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് ഒരിക്കലും ഒരു മെമ്മറി ബേസ്ഡ് ടെസ്റ്റ് അല്ല. വളരെ ബേസിക് ആയിട്ടുള്ള ടെക്നിക്കുകൾ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഈ എക്സാം ക്വാണ്ടിൽ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു മെമ്മറി ബേസ്ഡ് അല്ല. വളരെ ബേസിക് നമ്പർ ഓഫ് ഫോർമുലാസ്, വളരെ കയ്യിലെണ്ണാവുന്ന നമ്പർ ഓഫ് ഫോർമുലാസ് ആണ് ബേസിക്കലി നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. റൈറ്റ്, നെക്സ്റ്റ് സ്ലൈഡിലേക്ക്. ഇപ്പോൾ ഞാൻ കോർ സിലബസുകളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ കോർ സിലബസ് എനിക്ക് 4 ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇസ് അരിത്മെറ്റിക്, സെക്കൻഡ് ഇസ് ഓൾജിബ്ര. അരിത്മെറ്റിക് ഇസ് ബേസിക്കലി കണക്ഷൻ ഇഷ്യൂ ഉണ്ടോ? ഇല്ല, you're audible, you're clear, you can go ahead. സോ ബേസിക്കലി എനിക്ക് എൻ്റെ ടോപ്പിക്സിനെ എനിക്ക് ബേസിക്കലി 4-5 എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അരിത്മെറ്റിക് ഇസ് ബേസിക്കലി വാട്ട് ഒരു നമ്മൾ കോമൺലി ഒബ്സർവ് ചെയ്യുന്ന ഫിനോമിനകൾ എന്താണോ, വളരെ ഡേ ടു ഡേ ആപ്ലിക്കേഷൻസിൽ നമ്മൾ കാണുന്ന ഫിനോമിനകൾ എന്താണോ അതിൻ്റെ ആപ്ലിക്കേഷനാണ് ബേസിക്കലി അരിത്മെറ്റിക്. ഫോർ എക്സാമ്പിൾ പെർസെൻറ്റേജ് കാൽക്കുലേഷൻ. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ ദേ മൈറ്റ് ഗീവ് യു എ ഡിസ്കൗണ്ട്, ഓർ നമ്മൾ let's say we are moving from a place A to place B. That is basically very vague application of time, speed and distance. പിന്നെ 2 of us are doing, ഞാനൊരു വർക്ക് ചെയ്യുന്നു, എൻ്റെ ഫ്രണ്ടും കൂടെ ചേർന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് തീരാനുള്ള സമയം കുറയുന്നു, വിച്ച് ഇസ് ബേസിക്കലി ടൈം ആൻഡ് വർക്ക്. അപ്പോൾ അരിത്മെറ്റിക് is basically what you observe. Arithmetic is basically what to observe in your day-to-day life. പിന്നെ algebra ആണ് what you can call maths in CAT Quant is algebra. But fundamentally algebra is what എന്താണോ ഒരു നോൺ ഇപ്പോൾ ഉള്ള ഒരു ഡിസ്റ്റിങ്ഷൻ എഞ്ചിനീയേഴ്സ് വേഴ്സസ് നോൺ എഞ്ചിനീയേഴ്സ്. ലാസ്റ്റ് സെന്റൻസ് മാത്രം ഒന്ന് കട്ട് ആയിരുന്നു. വി ലോസ്റ്റ് യു ലാസ്റ്റ് സെന്റൻസ്. ഓക്കെ, സോ ബേസിക്കലി ഒരു വളരെ ഒരു അജണ്ട പോലെ പോകുന്ന ഒരു കാര്യമാണ് CAT ആസ്പിറൻസിന്റെ ഇടയിൽ എഞ്ചിനീയേഴ്സ് വേഴ്സസ് നോൺ എഞ്ചിനീയേഴ്സ്. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു നോൺ എഞ്ചിനീയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വളരെ ഫിയർഫുൾ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഓൾജിബ്ര. അപ്പോൾ നമുക്ക് അതിനെ ഡീകൺസ്ട്രക്ട് ചെയ്യാം, അതിനെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ആസ്പെക്ട് എന്താണെന്ന്. പിന്നെ ജോമെട്രി, ബേസിക് നമ്പർ സിസ്റ്റം ആൻഡ് മോഡേൺ മാത്സ്. അപ്പോൾ നമ്മുടെ ഈ സെഷൻ ബേസിക്കലി വാട്ട് വിൽ ബി ഡൂയിങ് ഇസ് എങ്ങനെ ഓരോ സെക്ഷനും അപ്രോച്ച് ചെയ്യാം എന്നായിരിക്കും ബേസിക്കലി ഈ സെഷന്റെ അജണ്ട. റൈറ്റ്, നെക്സ്റ്റ് സ്ലൈഡ്. We can go to the next. Right. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അരിത്മെറ്റിക് നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വൈ ഐ വിൽ വരുൺ again, നിങ്ങൾക്ക് കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ട്. അരിത്മെറ്റിക്കിൽ the starting of this slide we lost you. Okay. So basically arithmetic basically ഞാൻ എപ്പോഴും പ്രിപ്പറേഷൻ ഒരു ആസ്പിറന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തിങ് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാനിപ്പോൾ ഒരു 2-3 years എക്സ്പീരിയൻസ് ആൻഡ് ഐ ഹാവ് മെന്റർഡ് 1000+ സ്റ്റുഡൻസ്. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് സജഷൻ ടു എനി ആസ്പിറന്റ് ദാറ്റ് സ്റ്റാർട്ട്സ്, first line of suggestion will always be starting with arithmetic, because ഫസ്റ്റ് വളരെ ബേസിക് ആയിട്ട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എക്സാമിൻ്റെ വെയിറ്റേജ് അതവിടെ നിൽക്കട്ടെ, പക്ഷെ വളരെ ഇൻറ്റ്യൂറ്റീവായിട്ട് നമുക്ക് തോന്നാൻ പറ്റുന്നു ഓരോ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് അരിത്മെറ്റിക്കിലെ ഓരോ ക്വസ്റ്റ്യനും there is a chance that you will experience that situation in your life. ഇപ്പൊ ആ ഒരു പറ്റുന്ന ഒരു എളുപ്പം എന്നുള്ളൊരു ആസ്പെക്ട് കൊണ്ടാണ് ഐ വിൽ സ്റ്റാർട്ട് വിത്ത് അരിത്മെറ്റിക്. അരിത്മെറ്റിക് ബേസിക്കലി അപ്പാർട്ട് ഫ്രം ക്വാണ്ടിൽ മാത്രമല്ല അരിത്മെറ്റിക്കിന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്,
ഇപ്പോൾ നമ്മുടെ സെക്ഷൻ 2 ആയ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ലോജിക്കൽ റീസണിങ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഈസ് ബേസിക്കലി അരിത്മെറ്റിക്കിന്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഡേറ്റ എടുത്ത് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുക, അതാണ് ബേസിക്കലി അരിത്മെറ്റിക്. റൈറ്റ്. അപ്പോൾ അരിത്മെറ്റിക്കിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കാറ്റിന്റെ പാറ്റേൺ ആയ കോണ്ടിൽ 22 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ടിൽ നമുക്ക് അവസാനത്തെ 2 വർഷം മാത്രം നോക്കാം. ഒന്നുകിൽ 9 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 8, 9, 10 ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് ദ 22. അപ്പൊ 8, 9 ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് 22 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ പേപ്പർ ആണ് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ഫ്രം ദിസ് ടോപ്പിക് വരുന്നത്. സ്ട്രെയിറ്റ് ഫ്രം ദിസ് സെറ്റ് ഓഫ് ടോപ്പിക്കിൽ വരുന്ന ഹാഫ് ഓഫ് ദിസ് പേപ്പർ ആണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എക്സ്ട്രാ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസിൽ ലെറ്റ്സ് സേ നിങ്ങൾ എക്സ്ട്രീംലി സ്ട്രോങ് ആയിരുന്നു, ഒരു 8 or 9 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്തു, വിച്ച് ഇസ് 27 മാർക്സ്. 27 മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിൽ ഒരു 98.5% ആണ് ക്വാണ്ടിൽ ബേസിക്കലി ടെസ്റ്റ് എഴുതുന്ന ഒരു 1.5% ആൾക്കാർ മാത്രമേ നിങ്ങളെക്കാൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളൂ. ഔട്ട് ഓഫ് 66, 27 മൈറ്റ് സീം ലെസ്. ഐ മീൻ പെർസെൻറ്റേജ് ടേംസിൽ നോക്കിക്കഴിഞ്ഞാൽ പകുതിയിൽ കുറവാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ആ എക്സാം എഴുതുന്ന 1% ആൾക്കാർ മാത്രമേ നിങ്ങളുടെ മേളിലുള്ളൂ. അപ്പോൾ അതാണ് ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് വൈ അരിത്മെറ്റിക് ഈസ് ദ കീ. ഫസ്റ്റ് ഐ വിൽ സ്റ്റാർട്ട് വിത്ത് 2 റീസൺസ്. അരിത്മെറ്റിക് സ്ട്രോങ് ആയാൽ മാത്രമേ നമുക്ക് ബാക്കി 2 സെക്ഷനിലേക്കും പോകാം. ബിക്കോസ് നമ്പറുകൾ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഇൻഡ്യൂഷൻ അത് അരിത്മെറ്റിക്കിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്പറുകൾ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഇൻഡ്യൂഷൻ പ്ലസ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ലോജിക്കൽ റീസണിങ്ങിലും ഡയറക്റ്റ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഫോർ എനി ആസ്പിറന്റ് ഹൂസ് starting with CAT prep, any aspirant starting with CAT prep, first what needs to be done is arithmetic. Right, next slide. പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കാറ്റിൽ ഒരു 70% അല്ലെങ്കിൽ ഒരു 60% സ്കോറുകൾ കാണുന്ന ആൾക്കാരുടെ മെയിൻ ഇഷ്യൂസ് 60% or 70% സ്കോറുകൾ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 10 മാർക്സ് അവരുടെ അരിത്മെറ്റിക് സ്ട്രോങ് അല്ലാത്തതുകൊണ്ട്. ബേസിക്കലി അരിത്മെറ്റിക് ഇപ്പോൾ ഞാൻ 10 ക്വസ്റ്റ്യൻസിൽ ഒരു 6-7 ക്വസ്റ്റ്യൻസ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ യു ആർ എബവ് 90-93% ഇൻ ക്വാണ്ട്. റൈറ്റ്. അപ്പോൾ ഫസ്റ്റ് തിങ് വി നീഡ് ടു ഡു ഇസ്, എല്ലാ സെക്ഷനും അതിൻ്റെതായ കട്ട് ഓഫുകളുണ്ട്. ഇഫ് യുവർ അരിത്മെറ്റിക് ഇസ് സ്ട്രോങ്, ദർ ഇസ് നോ ചാൻസ് ഓഫ് യു മിസ്സിങ് എ കട്ട് ഓഫ്. കട്ട് ഓഫ് മിസ് ചെയ്യുന്ന പോയിന്റ് ഉദിക്കുന്നില്ല. പിന്നെ ബേസിക്കലി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അരിത്മെറ്റിക് മാറ്റി നിർത്തി ഓൾജിബ്ര ജോമെട്രി ഫോക്കസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു നല്ല സ്ട്രാറ്റജി അല്ല. കാരണം ഒൺലി ഇഫ് യുവർ നമ്പർ ഇൻഡ്യൂഷൻ, നമ്പറുകളെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഇൻഡ്യൂഷൻ അരിത്മെറ്റിക്കിൽ നിന്ന് വന്നാൽ മാത്രമേ നമുക്കത് ഓൾജിബ്രയിലേക്കും ജോമെട്രിയിലേക്കും നമ്പേഴ്സിലേക്കും നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും എൻ്റെ ഇപ്പോൾ ഒരു 3 year എക്സ്പീരിയൻസിൽ ഞാൻ ഇതുവരെ ഒരു സക്സസ്ഫുള്ളി സ്കോർ ചെയ്ത ഒരു കാൻഡിഡേറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. അരിത്മെറ്റിക് മാറ്റി വെച്ച് ഓൾജിബ്രയും ജോമെട്രിയും മാത്രം കണ്ടു. വെയിറ്റേജ് വെച്ച് ഇപ്പോൾ ഓൾജിബ്ര ഇംപ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. ഓൾജിബ്ര ആൻഡ് അരിത്മെറ്റിക് ഓൾമോസ്റ്റ് സിമിലർ വെയിറ്റേജ് ആയി വരുന്നുണ്ട്. ബട്ട് ദാറ്റ് നെവർ മീൻസ് അൺലെസ് യുവർ അരിത്മെറ്റിക് ഈസ് ഓൺ പോയിന്റ്, ഓൾജിബ്ര ഒരിക്കലും ആ ഒരു ലെവലിൽ നിങ്ങളെ എത്തിക്കില്ല. റൈറ്റ്, നെക്സ്റ്റ് സ്ലൈഡ് പോ. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ ഇൻറ്റ്യൂറ്റീവ് ആണ്, വളരെ ഹൈ വെയിറ്റേജ് ആണ്. 2023, 2024 കാറ്റഗറിയിൽ 22 ക്വസ്റ്റ്യൻസിൽ 9 or 10 ക്വസ്റ്റ്യൻസ് സ്ട്രെയിറ്റ് ഫ്രം അരിത്മെറ്റിക്. പിന്നെ ഇതിൻ്റെ റെലവൻസ് സ്ലൈറ്റ്ലി മാത്രമാണ് കുറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാറ്റ് 17, 18, 19 50% ഓഫ് ദ പേപ്പർ റഫ്ലി വാസ് അരിത്മെറ്റിക്. 50% ഓഫ് ദ പേപ്പർ, അതായത് 34 ക്വസ്റ്റ്യനിൽ 17 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 16 ക്വസ്റ്റ്യൻ അരിത്മെറ്റിക് ആണ്. ഇപ്പോൾ റഫ്ലി അതൊരു 40% ആയിട്ട് കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 40% ആയിട്ട് കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ദിസ് ഈസ് നെവർ ഗോയിങ് അവേ ആൻഡ് ദിസ് ഈസ് ദ വെയിറ്റേജ്. ഇപ്പോൾ ഒരു നോൺ എഞ്ചിനീയർ കാറ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് ഗെറ്റ് ദിസ് ഡൺ. ബിക്കോസ് ഇപ്പോൾ ഇപ്പോൾ +1, +2
ഡിഗ്രി മാത്സ് ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അരിത്മെറ്റിക്കിൽ നിങ്ങൾ ബേസിക്കലി യു ആർ ഇൻ ഈക്വൽ ലെവൽസ്. ഒരു എഞ്ചിനീയറും നോൺ എഞ്ചിനീയറും തമ്മിൽ അരിത്മെറ്റിക്കിൽ ഒരു ഡിഫറൻസും ഇല്ല. ബിക്കോസ് കാരണം ടെൻത്ത് കഴിഞ്ഞ് പഠിക്കുന്ന ഒരു അരിത്മെറ്റിക്കും 10th കഴിഞ്ഞ് അരിത്മെറ്റിക് പഠിക്കുന്നില്ല ഫോർ ദാറ്റ് റീസൺ. ആൻഡ് 10th വരെ നമ്മൾ പഠിച്ച് അപ്പം നിങ്ങളൊരു ഈക്വൽ ഫുട്ടിങ് നിങ്ങൾക്ക് തരുന്ന ഒരു ടോപ്പിക്കാണ് അരിത്മെറ്റിക്. സോ ഈ സെഷനിൽ നോൺ എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിൽ ഐ വിൽ സജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് അരിത്മെറ്റിക്. ആൻഡ് അരിത്മെറ്റിക് ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം. ഇപ്പോൾ ടോപ്പിക്സ് ഞാൻ ബേസിക്കലി അരിത്മെറ്റിക്കിൽ 3 സെറ്റായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അരിത്മെറ്റിക് ടോപ്പിക്സ് ബേസിക്കലി 3 സെറ്റാണ്. ഫസ്റ്റ് പെർസെൻറ്റേജും അതിൻ്റെ ആപ്ലിക്കേഷനും, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇൻട്രസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് തിങ് പെർസെൻറ്റേജിൽ ഒരു ഇൻറ്റ്യൂഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസും ഇൻട്രസ്റ്റും, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അത് രണ്ടും കംസ് അണ്ടർ പെർസെൻറ്റേജസ്. അപ്പോൾ ഇഫ് യു first thing in arithmetic that you should focus on is percentages, because percentages നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസും കിട്ടും, ഇൻട്രസ്റ്റും കിട്ടും. കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒരു പെർസെൻറ്റേജിൻ്റെ ആപ്ലിക്കേഷൻ ആണ്, ഇൻട്രസ്റ്റും ടു എ വെരി ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് പെർസെൻറ്റേജസിൻ്റെ ആപ്ലിക്കേഷൻ. ദെൻ കംസ് റേഷ്യോസ്, മിക്സ്ചേഴ്സ് ആൻഡ് ആവറേജസ്. ഫസ്റ്റ്, ലൈക്ക് ഐ സെഡ്, go with percentage dominated chapters. Second, ratios പഠിക്കുക, ratios, proportions. Then comes averages, mixtures, alligations. ഈ ഒരു ഓർഡർ തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് റേഷ്യോസ്. ഇപ്പോൾ മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇപ്പോൾ ഒരു മിക്സ്ചർ, ഇപ്പോൾ നമ്മളൊരു ഷുഗർ സൊല്യൂഷനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 30% ഷുഗർ സൊല്യൂഷനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 30% ഷുഗർ സൊല്യൂഷൻ ആണെങ്കിൽ 100-ൽ നിന്ന് 30 മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ 70 അത് വാട്ടറാണ്. അപ്പോൾ ബേസിക്കലി 30 ഷുഗർ ഉണ്ടെങ്കിൽ 70 വാട്ടർ ഉണ്ട്. 30/70, 3:7. അത് ബേസിക്കലി ഒരു റേഷ്യോയുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ ആഫ്റ്റർ പെർസെൻറ്റേജസ് ഗെറ്റ് റേഷ്യോസ് ഇൻടാക്ട്. റേഷ്യോസ് ഇൻടാക്ട് ആക്കിയിട്ട് മിക്സ്ചേഴ്സ് പഠിക്കുക, പിന്നെ ആവറേജസ്, വെയ്റ്റഡ് ആവറേജസ്, ആൻഡ് ഇതെല്ലാം കൂടെ ചേർന്നൊരു ആപ്ലിക്കേഷനാണ് ബേസിക്കലി നമുക്ക് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ വരിക. സോ ഫസ്റ്റ് ബ്ലോക്ക് പെർസെൻറ്റേജസ്, സെക്കൻഡ് ബ്ലോക്ക് റേഷ്യോസ് ഇട്ട് വേണം. ഇത് മൂന്നിൻ്റെയും കൂടെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് പഠിക്കേണ്ടത്. ബിക്കോസ് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ ഇപ്പോൾ ഒരു സ്പീഡിൽ പെർസെൻറ്റേജ് ചേഞ്ച് വരാം, ആവറേജ് സ്പീഡുകൾ വരാം, രണ്ട് ബോഡികളുടെ സ്പീഡ് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും, വിച്ച് ഈസ് ബേസിക്കലി റേഷ്യോസ്. അപ്പോൾ ഈ 3 ടോപ്പിക്ക് ഇൻ ഹാൻഡ് ആയാൽ മാത്രമേ നമുക്ക് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് കിട്ടുള്ളൂ. ആൻഡ് ലാസ്റ്റ് ടോപ്പിക് ദാറ്റ് കംസ് ഇസ് ബേസിക്കലി വർക്ക് ആൻഡ് ടൈപ്സ്. അതും ഒരു റേഷ്യോയുടെ കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഞാൻ 10 ദിവസത്തിൽ ഒരു വർക്ക് ചെയ്യുന്നു, എൻ്റെ ഫ്രണ്ട് 20 ദിവസത്തിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ റേഷ്യോ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ 10 ദിവസം, അവൻ 20 ദിവസം. അപ്പോൾ 2:1. അപ്പോൾ റേഷ്യോയുടെ ഒരു ആപ്ലിക്കേഷനാണ് ടൈം ആൻഡ് വർക്ക്. അപ്പോൾ anyone who starting with CAT prep, and ഞാനിപ്പോൾ പേഴ്സണലി 3-4 പേരെ ഞാൻ മെൻറ്റർ ചെയ്യുന്നുണ്ട്, ഐ ആം ഓൾസോ സജസ്റ്റിംഗ് ദ സെയിം പാറ്റേൺ. ബിക്കോസ് ഈ ഒരു പാറ്റേണിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ സ്റ്റാർട്ട് ഫീലിംഗ് ദ ഡിഫറൻസ് ആസ് സൂൺ ആസ് പോസിബിൾ. ഒരിക്കലും ഒരു സ്റ്റാഗേർഡ് പ്രപ്പിൽ നമുക്ക് ഒരിക്കലും ഡിഫറൻസ് പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റില്ല. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റൂ. ബിക്കോസ് പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇൻട്രസ്റ്റ് ഈ ഒരു ഫോർമാറ്റിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 3 ആദ്യമേ ഈ 3 ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു മോക്ക് ടെസ്റ്റിൽ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് യു വിൽ സ്റ്റാർട്ട് ഗെറ്റിംഗ് 2 or 3 questions right. Then you add on to your ammunition, right? So ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. പെർസെൻറ്റേജസ് ആൻഡ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. പെർസെൻറ്റേജ് ആൻഡ് 2 subordinate topics, profit and loss, interest, then ratios, mixtures, averages, and ഈ ബേസിക് കോൺസെപ്റ്റുകളെല്ലാം കവർ ചെയ്തിട്ട് മാത്രം ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് പഠിക്കുക. റൈറ്റ്. ആൻഡ് റൈറ്റ്, നെക്സ്റ്റ് one more thing, Varun.
ഇപ്പൊ എന്റെ ഒബ്സർവേഷൻ പ്രീവിയസ് ഇപ്പോൾ മെന്ററിങ് ഒബ്സർവേഷൻ ഓർ മൈ ഓൺ കാറ്റ് എക്സ്പീരിയൻസ് ഓർ ഐ തിങ്ക് യു വുഡ് ഓൾസോ വാച്ച് ഫോർ ദ സെയിം. Arithmetic is one of the most fun modules to learn and to solve questions, because it, as you told, it's all logical, it's all what we see around. ബാക്കി ടോപ്പിക്സ്, ബാക്കി ക്വാൺസ് ഓർ ബാക്കി എന്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും അരിത്മെറ്റിക് ഇസ് സംതിങ് പീപ്പിൾ ജനറലി എൻജോയ്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മനസ്സിലാവാത്ത ഒരു പോർഷനിൽ പീപ്പിൾ സ്റ്റാർട്ട് ഫിയറിംഗ് ഇറ്റ് എ ലോട്ട്. അരിത്മെറ്റിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടേക്കുന്ന കുറച്ച് പേർ ഭയങ്കരമായിട്ട് പേടിക്കും അരിത്മെറ്റിക്സ് എന്ന് പറയുമ്പോൾ. ബട്ട് വൺസ് ദേ സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ബേസിക് തിങ് ഹൗ ടു അപ്ലൈ ദറ്റ് ലോജിക്, then it is very fun, like solving even practice questions irne cheyyumbodum arithmetic questions are very fun to solve than the other ones. യെസ് പിന്നെ ഇതൊരു നമുക്ക് സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ, ഇപ്പം സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു മൊമെന്റം വളരെ ഹൈ ആണ്. നമുക്കൊരു എക്സ്ട്രീം കോൺഫിഡൻസ് ആണ് അരിത്മെറ്റിക് ടോപ്പിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, കാരണം ഇതിലെ നമ്പർ ഓഫ് ഫോർമുലാസ് വളരെ ലിമിറ്റഡ് ആണ്, കോൺസെപ്റ്റുകൾ വളരെ ലിമിറ്റഡ് ആണ്. ഫോർമുലാസ് ലിമിറ്റഡ് ആണ്, കോൺസെപ്റ്റുകൾ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് ഇവിടെ ഒരു ബോട്ടിൽ നെക്കായിട്ട് വരുന്ന ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ സെറ്ററിന്റെ ക്രിയേറ്റിവിറ്റി മാത്രമാണ് ഇവിടെ ഒരു ബോട്ടിൽ നെക്ക് ഫാക്ടർ. ഒരിക്കലും കോൺസെപ്റ്റുകളും കൊണ്ട് നിങ്ങളെ ഓവർവെൽം ചെയ്യാൻ പറ്റില്ല അരിത്മെറ്റിക്കിൽ. ആകെ ക്വസ്റ്റ്യൻ സെറ്ററിന്റെ ക്രിയേറ്റിവിറ്റിയിലാണ് അരിത്മെറ്റിക് ഇരിക്കുന്നത്. അപ്പോൾ വെൻ യു പ്രാക്ടീസ് ഒരു ആൻഡ് അരിത്മെറ്റിക്, വൺസ് യു ഹാവ് അരിത്മെറ്റിക് ഇൻ ഹാൻഡ്, arithmetic is never going away. The arithmetic ഒരിക്കലും ഫോർഗെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഐ മീൻ വിച്ച് ഇസ് എ വെരി ബിഗ് അഡ്വാൻറ്റേജ്. ഇപ്പൊ arithmetic, if once you getting ratios, you can't take that out of your system. That is not the case. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പ്രോബബിലിറ്റി പഠിക്കുകയാണ്, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പഠിക്കുകയാണ്, ആൻഡ് ലെറ്റ്സ് സേ ജോമെട്രി പ്രോപ്പർട്ടീസ് പഠിക്കുകയാണ്. ഇതെല്ലാം മറന്നു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അരിത്മെറ്റിക് മറന്നു പോവില്ല, അങ്ങനെ ഒരു ഫാക്ടർ. അരിത്മെറ്റിക് വളരെ ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അരിത്മെറ്റിക് മറന്നു പോവുക എന്നുള്ളൊരു കാര്യമേ വരുന്നില്ല. ദാറ്റ് ഈസ് വൺ റീസൺ. വൺ മോർ തിങ്, ഇപ്പൊ ഇതില് ഞാൻ ഒബ്സർവ് ചെയ്തേക്കുന്ന ഇത് വെച്ച് വാട്ട് ഹാപ്പൻസ് ഇസ് ഫ്യൂ പീപ്പിൾ റാദർ ദാൻ അണ്ടർസ്റ്റാൻഡിങ് ദ ലോജിക്, ഞാൻ കണ്ടേക്കുന്ന ചിലവരുടെ അപ്രോച്ച് ഇസ് ബൈ ഹാർട്ടിങ് ഫോർമുലാസ് ഫോർ ഈച്ച് ആൻഡ് എവറി സിറ്റുവേഷൻ. ഇപ്പൊ ഈ സിറ്റുവേഷനിൽ ഇതാകുമ്പോൾ ഇതാണ് ഫോർമുല, അപ്പൊ അത് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഓക്കെ ഇതാണ് സിറ്റുവേഷൻ, ഇത് അപ്ലൈ ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. Most people, I think most people try to understand the logic, but there are few people who make this mistake of not trying to understand the logic, rather than understanding, they just try to by heart the formulas and the situations that are involved. That is the basic mistake that people make when they start their QA preparation. ഇതിൻ്റെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് പെർസെൻറ്റേജ് റിലേറ്റഡ് ആണ്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ ആദ്യമേ പഠിക്കുന്ന ഒരു ഫോർമുല, ഒരു നമ്പർ N1 ആ നമ്പർ N2 ആവുമ്പോൾ ഉണ്ടാവുന്ന പെർസെൻറ്റേജ് ചേഞ്ച്, N1 N2 ആവുമ്പോൾ ഉണ്ടാവുന്ന പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് N2 മൈനസ് N1 ബൈ N1 ഇൻറ്റു 100. അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഫോർമുലയാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ബേസിക്കലി ഈ രണ്ട് ഫോർമുലയും സെയിം ആണ്. ഒരു ഇനിഷ്യൽ വാല്യൂവിൽ നിന്ന് ഫൈനൽ വാല്യൂവിലേക്ക് പോകും. ഇപ്പോൾ കോസ്റ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസിലേക്ക് പോകുമ്പോൾ, അതായത് N1 നിന്ന് N2 പോകുമ്പോൾ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ച്, അത് ഒരു ചാപ്റ്ററിൽ അതിനൊരു സ്പെസിഫിക് പേര് ഇടുന്നു മാത്രമേ ഉള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. ബേസിക്കലി ഫോർമുല വൈസ് ഇൻറ്റ്യൂഷൻ വൈസ് അത് സെയിം തന്നെയാണ്. ആ ഒരു ഇൻറ്റ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഗ്രൂപ്പ് ചെയ്ത് നമുക്കിത് പഠിക്കാൻ പറ്റും. യെസ്, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് പോകാം. ഇപ്പോൾ ദീഷൻ കഴിഞ്ഞ സ്ലൈഡിൻ്റെ അവസാനം പറഞ്ഞ പോലെ തന്നെ അരിത്മെറ്റിക് പഠിക്കുന്നത് ഒരിക്കലും ഫോർമുല ബേസ്ഡ് ആയിട്ട് പഠിക്കരുത്. സിറ്റുവേഷൻ എന്താണോ നമ്മുടെ അടുത്ത് നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത്, ആ സിറ്റുവേഷന് വളരെ ബേസിക് ആയിട്ടുള്ള ഇൻറ്റ്യൂറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഇപ്പോൾ ഞാൻ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ്. വളരെ ബേസിക് ആയിട്ട് എന്താണോ ചോദിക്കുന്നത് അതിനു വേണ്ടി മാത്രം സോൾവ് ചെയ്യുക. പഠിക്കാനാണെങ്കിൽ സ്പെസിഫിക് സിറ്റുവേഷനുകൾക്ക് ആയിരക്കണക്കിന് ഫോർമുല നമുക്ക് വേണമെങ്കിൽ എഴുതി കാണാൻ പഠിക്കും, ഒരിക്കലും ആവശ്യമില്ല. കാരണം അങ്ങനെ ഒരു ഫോർമുല ബേസ്ഡ് എക്സാം അല്ലേ. അത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നവർ they are not dumb enough to just give questions where you can substitute formulas and you can just answer it.
what they're trying to test is your understanding skill and logical, so they want you to understand the logic. ആബ്സലൂട്ട്ലി ആബ്സലൂട്ട്ലി. അപ്പോൾ വളരെ വളരെ സെറ്റ് നമ്പർ ഓഫ് ഫോർമുലാസ്, ലെസ് ദാൻ ഒരു 15 ഫോർമുലാസ് വെച്ചിട്ട് നമുക്ക് എൻറ്റയർ അരിത്മെറ്റിക് അടിക്കാൻ പറ്റും. എൻറ്റയർ അരിത്മെറ്റിക് ഒരു ലെസ് ദാൻ 15 ഫോർമുലാസ് വെച്ചിട്ട് അടിക്കാൻ പറ്റും. അത് അങ്ങനെ പറയണമെങ്കിൽ തന്നെ, കാരണം ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യാണ്. ടെക്സ്റ്റ് ബുക്കിൽ കണ്ടന്റ് നിറയ്ക്കാൻ വേണ്ടി ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യാണ്. ഓരോ സിറ്റുവേഷന് വേണ്ടി ഓരോ ഫോർമുല കൊടുത്തിട്ട്, ഈ ഫോർമുല എല്ലാം ഒരു ബേസ് ഫോർമുലയിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വളരെ ബേസിക് ആയിട്ടുള്ള ഫോർമുല, അതായത് ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിലും, ഇപ്പോൾ ബി സ്കൂളർ ക്ലാസ്സസിലാണെങ്കിലും ഏത് ക്ലാസ്സിലാണെങ്കിലും ഡിസ്കസ് ചെയ്യുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് വെച്ച് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് ഒരിക്കലും ഒരു എക്സോർബിറ്റൻറ്റ് നമ്പർ ഓഫ് ഫോർമുലാസിലേക്ക് പോയിട്ട് വളരെ ഡിമിനിഷിങ് റിട്ടേൺസ് ആണുള്ളത്. യു ഹാവ് ഒരു 10-15 ഫോർമുല, യു ഹാവ് ഇറ്റ് ഇൻ യുവർ ഹാൻഡ് ആൻഡ് ട്രൈ ടു മാപ്പ് എല്ലാ ക്വസ്റ്റ്യനും ആ ഫോർമുലകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. എസ്പെഷ്യലി ഇൻ അരിത്മെറ്റിക്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അരിത്മെറ്റിക് പഠിച്ചു കഴിഞ്ഞാൽ അരിത്മെറ്റിക് ഒരിക്കലും കയ്യിൽ നിന്ന് പോവാത്തൊരു സാധനമാണ്. ആ ഒരു ഇൻറ്റ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും കയ്യിൽ നിന്ന് പോവാത്തൊരു സാധനമാണ്. അപ്പോൾ ആ ഒരു ഇൻറ്റ്യൂഷൻ വരുത്തിയെടുക്കുക എന്നുള്ളതിനാണ് നമുക്ക് ഡെലിബറേറ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഏതൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാലും ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഏതൊരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാലും ക്വസ്റ്റ്യൻ എപ്പോഴും ക്ലാസിഫൈഡ് ആയിരിക്കും. ലെവൽ 1, ലെവൽ 2, ലെവൽ 3. അപ്പോൾ എപ്പോഴും ഇഫ് യു ആർ സ്റ്റാർട്ടിങ് ഔട്ട്, ഈവൻ ഇഫ് ലെവൽ 1 ഫീൽസ് വെരി ഈസി, ഐ വുഡ് സജസ്റ്റ് ഫിനിഷ് ഓഫ് ദാറ്റ് 30-40 ലെവൽ 1 ക്വസ്റ്റ്യൻസ് സച്ച് ദാറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് സാധനം. വളരെ ഇൻറ്റ്യൂറ്റീവായിട്ട് ഇപ്പോൾ എന്താ പറയുക, 200-നെ ഇപ്പൊ ഞാൻ 200-നെ ഒരു 40% കൂട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റ്യൂറ്റീവായിട്ട് ഓട്ടോമാറ്റിക്കലി വരണം 280 ആണ് എൻ്റെ സാധനം. അപ്പൊ ആ ഒരു ഇൻറ്റ്യൂഷൻ ലെവൽസ് ബിൽഡ് ചെയ്യണം. ഒരിക്കലും ഫോർമുല ബേസ്ഡ് അല്ല. ആ ലെവൽ 1 ക്വസ്റ്റ്യൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അരിത്മെറ്റിക്. ആ ഇൻറ്റ്യൂഷൻ ബിൽഡ് ചെയ്യാൻ ലെവൽ 1 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ഞാൻ യൂഷ്വലി കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, ഇപ്പോൾ അരിത്മെറ്റിക്കിലെ ആൾക്കാർ ലെവൽ 1 സ്കിപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി. അതായത് വളരെ ബേസിക് ക്വസ്റ്റ്യൻസ്. ഇതിന്റെ വെരി ബേസിക് ക്വസ്റ്റ്യൻസിന്റെ ഇന്റൻഷൻ ഒരിക്കലും കാറ്റ് റെലവൻസി അല്ല. കാറ്റ് റെലവൻറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇത് ചെയ്തേ പറ്റൂ, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് ഓൾവേസ് സോൾവ് എ വെരി ലാർജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ അരിത്മെറ്റിക്, all level 1 questions, level 2 questions, then move on to the previous year questions and the mock questions. Basically ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ there is no reason why you will go wrong in arithmetic. Arithmetic preparation strategy, get your basics right. ഇപ്പൊ I'm just repeating myself, percentages, ratios, averages, 3 core concept. അതിനെ കണക്ട് ചെയ്യുന്ന ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ആൻഡ് weighted averages. Do as much level 1 questions and level 2 questions from that. Then go to the CAT previous year questions and the mocks. ഇത്രയും മാത്രം ചെയ്തു കഴിഞ്ഞാൽ തന്നെ basically you are at a very good level in arithmetic, right? And pattern recognition വളരെ എവിഡൻ്റ് ആയി മാറും. ഇപ്പോൾ നമ്പേഴ്സ് വളരെ ഇൻറ്റ്യൂറ്റീവ് ആയി തുടങ്ങും. നമ്പർ ഇൻറ്റ്യൂഷൻ വരണമെങ്കിലും ഒരു സർട്ടൻ ലെവൽ ഓഫ് പ്രാക്ടീസിന് മേളിൽ മാത്രമേ നമ്പറുകൾ തമ്മിലുള്ള ചേഞ്ചുകൾ, ഇപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ചുകൾ നമ്മുടെ ബാക്ക് ഓഫ് ദി മൈൻഡിൽ റൺ ചെയ്യണം. അല്ലാണ്ട് ഒരിക്കലും ഫോർമുല എഴുതി പെർസെൻറ്റേജ് കൂട്ടുന്ന റേഞ്ചിലേക്ക് പോരും. പെർസെൻറ്റേജ് ചേഞ്ചുകളെല്ലാം നമ്മുടെ ബാക്ക് ഓഫ് മൈൻഡിൽ തന്നെ റൺ ചെയ്യുന്നൊരു ലെവലിലേക്ക് എത്തണം. അപ്പോൾ അതിന് only thing that you can do is practice and always get good source of questions. ഇപ്പോൾ ഇവിടെ ഈ ബി സ്കൂളറിൽ പ്രൊവൈഡ് ചെയ്യുന്നതും good books I would always suggest, and random spray and pray ഞാൻ ഒരിക്കലും ഇതിൽ സജസ്റ്റ് ചെയ്യും, റൈറ്റ്? ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് വൺ, റൈറ്റ്? ഇതാ ഈ ഓൾജിബ്ര. ഐ മീൻ വി ആർ ഡൺ വിത്ത് അരിത്മെറ്റിക്. ഓൾജിബ്ര ആണ് ബേസിക്കലി ഒരു നോൺ എഞ്ചിനീയർ പോയിന്റ് ഓഫ് വ്യൂ, ഒരു നോൺ എഞ്ചിനീയറിനെ ഏറ്റവും പേടി സ്വപ്നം എന്ന് കാണുന്ന ഒരു കാര്യമാണ് ഓൾജിബ്ര. ഫണ്ടമെന്റലി if I look around, ഓൾജിബ്ര എനിക്ക് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. ഇക്വേഷൻസ്, അഡ്വാൻസ്ഡ് ഇക്വേഷൻസ്, ഫങ്ഷൻസ്, ഗ്രാഫ്സ് ആൻഡ് ഇനീക്വാളിറ്റീസ്. ഇക്വേഷൻസ്, അഡ്വാൻസ്ഡ് ഇക്വേഷൻ അടിയിൽ തന്നെ അഡ്വാൻസ്ഡ് ഇക്വേഷൻസ്, ഫങ്ഷൻസ്,
ഫംഗ്ഷൻ ഏതൊരു ഫംഗ്ഷൻ ആണോ ഉള്ളത് അതിൻ്റെ ഗ്രാഫുകൾ, പിന്നെ ഇനിക്വാലിറ്റീസ്. ബേസിക്കലി 3 ഡിവിഷൻ ആണുള്ളത്. അപ്പോൾ ഓൾജിബ്ര പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓൾവേസ് സ്റ്റാർട്ട് ഓൾജിബ്ര പ്രിപ്പറേഷൻ ബൈ ഇക്വേഷൻസ്. എങ്ങനെയാണ് ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നത് വളരെ ഇൻറ്റ്യൂറ്റീവായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഏജ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഏജിനേക്കാൾ ഇരട്ടിയിൽ 4 കൂടുതലാണ്. ഫ്രണ്ടിൻ്റെ ഏജ് എൻ്റെനേക്കാൾ ഡബിളിനേക്കാൾ 4 കൂടുതലാണ്. ഇപ്പോൾ ഫ്രണ്ടിൻ്റെ ഏജ് ഞാൻ വൈ എന്ന് എടുത്തു കഴിഞ്ഞാൽ, മൈ ഏജ് ഞാൻ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ, വൈ ഈക്വൽസ് എൻ്റെ ഏജിൻ്റെ ഇരട്ടി 2x. എൻ്റെ ഏജ് എക്സ് ആണെങ്കിൽ എൻ്റെ ഏജിൻ്റെ ഇരട്ടി +4. അപ്പോൾ മൈ ഫ്രണ്ട്സ് ഏജ് ഇസ് 2 times മൈ ഏജ് +4. ആ ഒരു ഇക്വേഷൻ, ആ ഒരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ബേസിക്കലി അതിനൊരു ഇക്വേഷൻ ഫോർമാറ്റിലേക്ക് മാറ്റാൻ നിങ്ങൾ കംഫർട്ടബിൾ ആകുക. y is equal to 2x plus 4. അത് ഇത് വളരെ ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. ബട്ട് ഈ ഒരു ഇക്വേഷൻ, ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഒരു ഇക്വേഷൻ എഴുതാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യലാണ് ഓൾജിബ്രയുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഓൾജിബ്ര പ്രിപ്പറേഷൻ ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം ഇക്വേഷൻസ്. പിന്നെ ഇക്വേഷൻസിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ടോപ്പിക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ക്ലാസ് 10ലാണ് നമ്മൾ ഫസ്റ്റ് എൻകൗണ്ടർ ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് ആംപ്ലിഫൈഡ് ആപ്ലിക്കേഷൻസ് ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ ചോദിക്കുന്നത്. പിന്നെ പുതിയതായിട്ട് ഇപ്പം നോൺ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ +1 +2 മാത്സ് എടുക്കാത്തവർ ആദ്യമായിട്ട് കാണാൻ പോകുന്ന ഒരു കാര്യമാണ് ഫങ്ഷൻസ്. ഫങ്ഷൻസ് എന്താണ്? ഫസ്റ്റ് ആദ്യം ക്യാറ്റ് പ്രപ്പിൽ ആദ്യം ആയിട്ട് നമ്മൾ നോൺ ഇൻറ്റ്യൂറ്റീവ് ആയിട്ട്, ഇപ്പം നമ്മൾ ഇതുവരെ കാണാത്തൊരു കാര്യം ആദ്യമായിട്ട് നമ്മൾ എത്തുന്നത് ഫങ്ഷൻസിലാണ്. അപ്പോൾ ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എപ്പോഴും വൺസ് യു ആർ കംഫർട്ടബിൾ വിത്ത് ഇക്വേഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ഗോ ടു ഫങ്ഷൻസ്. ഇപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇപ്പോൾ ഞാനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² - 5x + 6, അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അതൊരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷനുമാണ്. സൈൻ എക്സ്, നിങ്ങൾ ട്രിഗണോമെട്രിയിൽ 10th കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് സൈൻ എക്സ്. അത് y is equal to sin x ആകുമ്പോൾ അതൊരു സൈൻ ഫംഗ്ഷനായി മാറി. ഇപ്പോൾ ഏതൊരു ക്വാഡ്രാറ്റിക്, ഏതൊരു ഫംഗ്ഷനും എന്താണെന്ന് പഠിക്കുക. ഒരു സർട്ടൻ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. ആ സർട്ടൻ നമ്പർ ഓഫ് ഫംഗ്ഷൻസിനെ പറ്റി പഠിക്കുക. ആ ഫംഗ്ഷനെ എങ്ങനെയാണ് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുക എന്ന് പഠിക്കുക. വളരെ നിങ്ങൾ കാണാപ്പാടമല്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. പ്ലോട്ട് ചെയ്യേണ്ടതായിട്ട് ഒരു <15 ഫംഗ്ഷൻസ് മാത്രമായിരിക്കും ഉള്ളത്. ആൻഡ് ഫംഗ്ഷൻ പഠിച്ച് ഫംഗ്ഷനും ഗ്രാഫും ഒരുമിച്ച് വേണം പഠിക്കാൻ. ഒരു ഫംഗ്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും എന്ന് പഠിക്കണം. ഇത് വളരെ ഫംഗ്ഷനും ഗ്രാഫും ആ ഒരു ഡിഫറൻസ് ആണ് ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയറിൻ്റെ അടുത്തുനിന്ന് ഒരു നോൺ എഞ്ചിനീയറിൻ്റെ അടുത്തുനിന്ന് ഏറ്റവും കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു എഞ്ചിനീയർ +1 +2 മാത്സ് പഠിച്ചിട്ടുണ്ട് എങ്കിൽ അയാളോട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പറയുവാണെങ്കിൽ അയാളുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി ആ ഗ്രാഫ് വരും. ആ ഒരു ഡിഫറൻസ് ആണ് ബേസിക്കലി ഞാൻ ഒരു നോൺ എഞ്ചിനീയറിൻ്റെ അടുത്ത് നിന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത്. ആ ഗ്രാഫ് ഇൻറ്റ്യൂറ്റീവ് ആയിട്ട് വരില്ല. അപ്പോൾ ബിഗ്ഗസ്റ്റ് ബ്രിഡ്ജ് ഒരു നോൺ എഞ്ചിനീയർ തമ്മിൽ ഓൾജിബ്രയിലെ ഡിഫറൻസ് ബ്രിഡ്ജ് ചെയ്യാനായിട്ടുള്ള ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജസ് ഗ്രാഫ്സ്. ഇപ്പോൾ ഇഫ് യു ഗെറ്റ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓൺ ഹൗ ടു പ്ലോട്ട് ഗ്രാഫ്സ്, ഈച്ച് ഫംഗ്ഷൻ എന്താണ്, അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കണം എന്നൊരു ഇൻറ്റ്യൂഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിങ്സ് വിൽ ബിക്കം വെരി ഈസി. ആൻഡ് ലാസ്റ്റ് കംസ് ഇനിക്വാളിറ്റീസ്. ഇപ്പോൾ ഇനിക്വാളിറ്റീസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് is equal to 5, അതൊരു ഇക്വേഷനാണ്. എക്സ് 5 ആണെങ്കിൽ അതൊരു ഇക്വേഷനാണ്. എക്സ് >5 ആണെങ്കിൽ അതൊരു ഇനിക്വാളിറ്റിയാണ്. അപ്പോൾ ഇനിക്വാളിറ്റി വെച്ചിട്ട് ബേസിക്കലി ഒരു ഇനിക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്, വളരെ ഈസി ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ ഇനിക്വാളിറ്റി ഫംഗ്ഷൻസിലും വരും, ക്വാഡ്രാറ്റിക് ഇക്വേഷനിലും വരും. അപ്പോൾ ഓൾജിബ്ര പ്രിപ്പറേഷൻ സ്റ്റാർട്ട് വിത്ത് ഇക്വേഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഫംഗ്ഷൻസ്, ഗ്രാഫ്സ്, ഇനിക്വാളിറ്റീസ്. പിന്നെ ചെറിയ ചെറിയ ലോഗരിതം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് ഞാൻ പറയുന്നില്ല. ബട്ട് ഈ ഒരു ഓർഡറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾജിബ്ര വിൽ ഓൾസോ ബി നോട്ട് എൻ ഇഷ്യൂ, റൈറ്റ്? ദീഷൻ അത് എന്താണ് പറയുന്നത്?
Yeah, so as you told, weightage wise algebra is matching up with arithmetic. So ചിലപ്പോൾ ഞാൻ കണ്ടേക്കുന്ന ഇപ്പൊ എനിക്കാണെങ്കിലും algebra was kind of tough. It was not something that I really enjoyed. I always enjoyed arithmetic. അപ്പോൾ what you can do in this case is just understand the basics of how algebra works. What are those things? What is equation? How to plot a graph? അത് how to plot a graph ഒക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടി, അയ്യോ ഗ്രാഫ് എന്നൊക്കെ. പക്ഷെ അത് ശരിക്കും എങ്ങനെയാ പ്ലോട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയ ഇറ്റ് ഇസ് വെരി ഈസി. യു ജസ്റ്റ് ഹാവ് ടു ഫൈൻഡ് എക്സ്, യു ജസ്റ്റ് ഹാവ് ടു ഫൈൻഡ് വൈ, യു ജസ്റ്റ് ഹാവ് ടു മാർക്ക് ദ പോയിന്റ് ആൻഡ് യു ഹാവ് ടു ഡ്രോ. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് അതിന്റെ ഇഫ് അറ്റ് ഓൾ, ഈവൻ ഇഫ് ആൽജിബ്ര ഈസ് വെരി ടഫ്, ഫോർ മീ ഇറ്റ് വാസ് ടഫ്. സോ ഞാൻ ചെയ്ത ഒരു അപ്രോച്ച് ആയിരുന്നു, I made sure I mastered arithmetic so that I can answer easy, medium, tough questions. But I also made sure I knew at least medium level of algebra, so that I can answer very easy questions to medium questions. If it's coming, why should I simply leave it? Because it is from a particular topic. അപ്പോൾ ആ ഈസി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പഠിച്ചാലും out of the 8 questions that you get in algebra, you will be able to solve another 3. You will be able to solve 3 questions. So arithmetics in the 8 questions or 9 questions plus another 3 questions plus say 1 or 2 questions from other topic, you're there at 99 already for QA. Yeah. So if you fear algebra, just stick to basics, learn basics. Don't because you fear algebra, don't ignore the whole module. Just stick to basics. Learn to solve easy questions. That's it. Right. So and ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ആൾജിബ്ര പ്രിപ്പയർ ചെയ്യേണ്ട ഓർഡർ: ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, അഡ്വാൻസ്ഡ് ഇക്വേഷൻസ്. ആൻഡ് ഇപ്പോൾ ഞാൻ വെയിറ്റേജ് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ CAT 23 had 7 questions, CAT 23 had 8 questions, CAT 24 had 7 questions. അപ്പോൾ ബേസിക്കലി ആൾജിബ്ര catching up with arithmetic ആണ്, and 2-3 definitely will come from equations. So if you are just planning on learning something in algebra, equations, quadratic equations, advanced equations, അതിൽ ഒരു കോംപ്രമൈസും വേണം. ആൻഡ് ഇൻഇക്വാലിറ്റീസ്. നെക്സ്റ്റ് ലോ. ഇപ്പോൾ കോമൺ ആയിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് അപ്രോച്ച് അല്ല. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഒരിക്കലും ഒരു ഓൾജിബ്ര ടെക്നിക്കുകളായിട്ട് നമ്മൾക്ക് ഒരിക്കലും കാണില്ല. ഓൾജിബ്ര ഒരിക്കലും ഒരു ഗ്രാഫ് യൂസ് ചെയ്ത് ഓൾജിബ്ര സോൾവ് ചെയ്യേണ്ടത് നമ്മൾ ഒരിക്കലും കാണില്ല. അതിനാണ് ഞാൻ ഇവിടെ ബ്രൂട്ട് ഫോഴ്സ് സോൾവിങ് എന്ന് പറയുന്നത്. ബ്രൂട്ട് ഫോഴ്സ് സോൾവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ സെറ്റർ എങ്ങനെയാണോ സോൾവ് ചെയ്തത് അതുപോലെ തന്നെ സോൾവ് ചെയ്യുക. തിയററ്റിക്കലായിട്ട് നമ്മുടെ ബോർഡ് എക്സാമിന് എങ്ങനെയാണോ സോൾവ് ചെയ്യുന്നത് അതിനാണ് ഞാൻ ബ്രൂട്ട് ഫോഴ്സ് സോൾവിങ് എന്ന് ഞാൻ പറയുന്നത്. അത് വർക്ക് ചെയ്യും, ബട്ട് ഒരു ക്വസ്റ്റ്യന് തന്നെ 5 മിനിറ്റ് പോകും. ആകെ 40 മിനിറ്റ്, 5 മിനിറ്റ്, ആകെ 40 മിനിറ്റ് സെക്ഷൻ, 5 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ, ആബ്സലൂട്ട്ലി നോട്ട് വർത്ത് ഇറ്റ്. അപ്പോൾ അവിടെയാണ് ഗ്രാഫുകളുടെയും ഫംഗ്ഷനുകളുടെയും ഒരു ഇൻഡ്യൂറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞാൽ ഓൾജിബ്ര നിങ്ങൾക്ക് എളുപ്പമാകുന്നു. Also, Varun, 12th board exam പോലെ ഇവിടെ സ്റ്റെപ്സിന് മാർക്സ് ഒന്നും ഇല്ല. You just have to arrive at the final answer. That's it. To get the 3. Absolutely. And ഓൾജിബ്ര ഒരു ഇപ്പൊ ഇനിക്വാലിറ്റീസ് ഞാൻ പറഞ്ഞ പോലെ ഇനിക്വാലിറ്റീസ് സോൾവ് ചെയ്യാൻ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഏറ്റവും ഈസിയസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ. നമ്മുടെ കയ്യിൽ ആൻസർ ഉണ്ട്, ആൻസർ എവിടെയുണ്ട്? ഓപ്ഷനിലുണ്ട്. യു സബ്സ്റ്റിറ്റ്യൂട്ട് ദി ഓപ്ഷൻ ബാക്ക് ആൻഡ് ചെക്ക് ഇഫ് ദ ഇനിക്വാലിറ്റി ഈസ് വാലിഡ്. ഒരു ഇനിക്വാലിറ്റി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഇട്ട് നോക്കുമ്പോൾ ആ ഇനിക്വാലിറ്റി വാലിഡ് അല്ലെങ്കിൽ ആ ഓപ്ഷൻ തെറ്റാണ്. അങ്ങനെ ഇപ്പോൾ കറക്റ്റ് ആൻസർ കിട്ടാണ്ട് 3 റോങ് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ 4ാമത്തെ ഓട്ടോമാറ്റിക്കലി ബിക്കംസ് കറക്റ്റ്. അപ്പോൾ ഓൾജിബ്രയിൽ ദാറ്റ് ഈസ് വൺ അഡ്വാൻറ്റേജ് ഓൾജിബ്ര ഹാവ് ഓവർ അരിത്മെറ്റിക്. ഓൾജിബ്രയിൽ നമുക്ക് ഓപ്ഷൻ ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. ഓപ്ഷൻ ക്വസ്റ്റ്യനിലിട്ട് നമുക്ക് കറക്റ്റ് ആണോ അല്ലേ എന്ന് മനസ്സിലായി. നമ്മുടെ കോൺസെപ്റ്റ് സ്ട്രോങ് ആയിട്ട് അറിയാമെങ്കിൽ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ഞാൻ കണ്ടിരിക്കുന്ന മിസ്റ്റേക്ക്, ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഗ്രാഫുകളെ പറ്റി ഒരു ഇൻഡ്യൂറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ട് പോകുന്നതാണ്. അപ്പോൾ ബേസിക്കലി ഗ്രാഫുകൾ ആൾജിബ്ര പ്രിപ്പറേഷനിൽ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ പറഞ്ഞ സ്ട്രക്ചറിൽ തന്നെ പോവുക. ഇക്വേഷൻ എഴുതാൻ അറിയാണ്ട് നമ്മൾ നേരെ പോയി ഗ്രാഫ് വരയ്ക്കാൻ നോക്കരുത്. ഓൾവേസ് follow the structure.
equations, quadratic equation, function, graphs, inequalities. Right. Next one. ജോമെട്രി ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആസ്പെക്ട്. ഞാൻ ടോപ്പിക് ഇൻട്രസ്റ്റിംഗ് ആണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജോമെട്രി കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ജോമെട്രി കിട്ടുന്ന ആൾക്കാർക്ക് ജോമെട്രി ഭയങ്കര ഇഷ്ടവും, ജോമെട്രി ഒരു ഇൻഡ്യൂറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ആൾക്കാർക്ക് ജോമെട്രി തീരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. കാരണം either you get geometry or you don't get geometry. There is no in between. അതിന് ഒരു ഇൻ ബിറ്റ്വീൻ ഇല്ല. ഞാൻ കുറേ നാളെടുത്ത് ജോമെട്രി ഒരു ഫ്ലോയിൽ എത്താനായിട്ട്. ബേസിക്കലി ജോമെട്രിയുടെ ഹൗ ജോമെട്രി ഈസ് ഡിഫറെൻറ്റ് ഫ്രം അരിത്മെറ്റിക് ആൻഡ് ഓൾജിബ്രൈസ്. ജോമെട്രിയിൽ നമുക്ക് പല പല ഷേപ്പുകളുടെ പ്രോപ്പർട്ടികളെ പറ്റി പഠിക്കാനുണ്ട്. ട്രയാങ്കിൾ, സർക്കിൾ, ക്വാഡ്രിലാറ്ററൽസ്. ഇപ്പൊ ബേസിക്കലി ട്രയാങ്കിൾസ് മാത്രം അറിയുന്ന ഒരാൾക്ക് ട്രയാങ്കിളിന്റെ മാത്രമായിട്ടൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ജോമെട്രി എപ്പോഴും കോൺസെപ്റ്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ചോദിക്കാറ്. ജോമെട്രി എപ്പോഴും കോൺസെപ്റ്റ് കമ്പൈൻ ചെയ്തിട്ടാണ് ചോദിക്കാറ്. ഒരിക്കലും വളരെ റെയർ ആയിട്ടാണ് ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാറ്. എപ്പോഴും കമ്പൈൻഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് പ്രിപ്പറേഷൻ ഹാക്ക് ജോമെട്രിയിൽ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി ഇപ്പോൾ വെയിറ്റേജ് കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ 2 questions 3 questions ആണ് വരുന്നത്. ആ 2 question 3 question ഹിറ്റ് ചെയ്യണമെങ്കിൽ ദീഷൻ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ജോമെട്രിയിൽ ബേസിക്കലി ഷേപ്പുകളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ്, സർക്കിൾസിൻ്റെ പ്രോപ്പർട്ടി, പാരലോഗ്രാം, പോളിഗൺസ്, മെൻസുറേഷൻ അതിൻ്റെ ഒരു വളരെ ബേസിക്സ് ആണ്. പെരിമീറ്റർ, ഏരിയാസ്, ആ സ്റ്റഫൊക്കെ. ബേസിക്കലി ജോമെട്രിയുടെ പ്രശ്നം ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ സർക്കിൾ ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ ക്വസ്റ്റ്യനിൽ എൻ്റെ ഡയഗ്രാമിൽ ഞാൻ ട്രയാങ്കിൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. സർക്കിളിൻ്റെ ഉള്ളിലാണ് ഒരു ട്രയാങ്കിൾ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ, സിൻസ് ഐ ഡോണ്ട് നോ ദ പ്രോപ്പർട്ടീസ് ഓഫ് സർക്കിൾ, ഈവൻ ദോ ഐ നോ ദ പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾസ്, മൈ triangle knowledge is useless there in most of the case. സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് ജോമെട്രിയിൽ വരാറ്. അപ്പോൾ ജോമെട്രി പ്രിപ്പറേഷൻ, ഇഫ് യു ആർ ഹിറ്റിംഗ് ജോമെട്രി, cover all topics and stand alone questions. Hello, Varun, are you there? Okay, I think Varun network connectivity issue ഉണ്ടാവും. So what he was trying to say is the same thing, that one part of geometry പഠിച്ച, but generally കണ്ടേക്കുന്ന trend വെച്ചിട്ട് വരുന്ന 2-3 questions there will be combination of properties that you will have to use, like across different shapes. So you should know all of them. Varun, are you back? Okay, so out of the 2-3 questions, but the magnitude of things that, like the volume of things that you should study for geometry is too huge, because triangles in the theorems and the triangles in the different types of triangles and the different types of different properties, and the circles in the properties and the correct theorems, and then you go to parallelograms, then you have mensuration, then you also have trigonometry. But one very easy relatable one is trigonometry sin theta cos theta കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ ഭയങ്കര എഞ്ചിനീയർസ് പോലും ഭയങ്കരമായിട്ട് പേടിക്കും. ബട്ട് ദെൻ സൈൻ തീറ്റ കോസ് തീറ്റ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ you will be able to use it, because in some cases there will be a mix of topics. That is, there might be speed, distance, time mixed with trigonometry. That is, ഇപ്പോൾ ഒരു ലൈറ്റ് ഹൗസിൽ നിന്ന് ഒരാൾ അബ്സർവ് ചെയ്യുമ്പോൾ ഈസ് സീയിങ് ദ ഷിപ്പ് അറ്റ് 30 degree. After half an hour he is seeing the ship at 60 degrees. What is the speed of the ship? So you should know trigonometry, and you should also be able to apply speed, distance, time there. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാ വരുന്നത്. These are all advanced level questions that come up. But if you know that, then it is easier to solve. So angante combination, it can come across the modules as well, like arithmetic as well as geometry can come in combination. Varun, are you back? Yeah, I'm there. So geometry ഞാൻ പറഞ്ഞ പോലെ പ്രിപ്പറേഷൻ എപ്പോഴും
ഒരിക്കലും സ്റ്റാൻഡ് അലോൺ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇഫ് യു ആർ ഹിറ്റിംഗ് ജോമെട്രി, ഹിറ്റ് ഓൾ ഓഫ് ജോമെട്രി. ഇപ്പോൾ triangles, circles, parallelogram, mensuration, then the last thing, coordinate geometry. 5 ടോപ്പിക്കും പഠിച്ച്, കാരണം ഇതിൻ്റെ അസിമെട്രിക് ആയിട്ടുള്ള റിട്ടേണുകളാണ്. ഇഫ് യു ആർ ഫെമിലിയർ വിത്ത് ഓൾ ദ കോൺസെപ്റ്റ്സ് ഓഫ് ജോമെട്രി, ദർ വിൽ ബി വെരി ലെസ് ചാൻസ് ഓഫ് യു മിസ്സിംഗ് ഔട്ട് ഓൺ എ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ജോമെട്രി എല്ലാ ടോപ്പിക്കും പഠിച്ചു കഴിഞ്ഞ് എല്ലാ പ്രോപ്പർട്ടി അറിഞ്ഞ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് പോവുകയാണെങ്കിൽ മോർ ഓർ ലെസ് സിമിലർ ടു വാട്ട് ഹാസ് ബീൻ ആസ്ക്ഡ് ആയിരിക്കും ചോദിക്കുക. 80% പഠിച്ച് കുറച്ച് ടോപ്പിക്ക് സ്കിപ്പ് ചെയ്ത് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ യു ആർ മിസ്സിംഗ് ഔട്ട്. സോ ബേസിക്കലി ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ ജോമെട്രി, ഓൾവേസ് ലേൺ ജോമെട്രി ആസ് എ ബഞ്ച്. ടോപ്പിക്കുകൾ കമ്പൈൻ ചെയ്ത് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ പഠിക്കുക. പിന്നെ ഞാനൊരു കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ കേട്ടാണ്, എപ്പോഴും കോൺവേഴ്സുകളായിട്ട് പഠിക്കുക. ഇപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളിന്റെ സം 180 ഡിഗ്രിയാണ്. അതിന്റെ കോൺവേഴ്സ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഫിഗറിൽ ആംഗിളിന്റെ സം 180 ഡിഗ്രി ആണെങ്കിൽ അതൊരു ട്രയാങ്കിൾ ആണ്. എപ്പോഴും ഓപ്പോസിറ്റ് രീതിയിലും കൂടെ ആ ഒരു ഐഡിയ ബിൽഡ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഒരു സ്ക്വയറിൽ 4 സൈഡ് ഈക്വൽ ആണ്, 4 ആംഗിൾ 90 ഡിഗ്രിയാണ്. ഏതൊരു ഫിഗറിൽ 4 സൈഡും ഈക്വൽ ആണ്, 4 ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അതൊരു സ്ക്വയർ ആണ്. യു ഡിഫൈൻ സ്ക്വയർ ഫ്രം സ്ട്രെയിറ്റ് ആയിട്ടും സംസാരിക്കുക, ഓപ്പോസിറ്റും സംസാരിക്കുക. എല്ലാ തിയറത്തിൻ്റെയും ഓപ്പോസിറ്റും പഠിക്കുക. പിന്നെ ജോമെട്രി ഒരിക്കലും ഇപ്പോൾ ഒരു ഹാർഡ് കോർ ലെവൽ ജോമെട്രി ഇപ്പോൾ ചോദിക്കുന്നില്ല. ആൻഡ് ചോദിച്ചിരിക്കുന്നതിൻ്റെ ഒരു വേരിയേഷൻ മാത്രമാണ് ഒരു ലാസ്റ്റ് 7-8 years ആയിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ വൺസ് യു ആർ ഡൺ വിത്ത് ജോമെട്രി, ഒരു 150 CAT ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ CAT ക്വസ്റ്റ്യൻസ് 2006 അത് അവൈലബിൾ ആണ്, 2017 തൊട്ടുള്ളതും അവൈലബിൾ ആണ്. ആ ഒരു ക്വസ്റ്റ്യൻസ് ഇഫ് യു ആർ ഡൺ, ബേസിക് പ്രോപ്പർട്ടീസ്, തിയറംസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ആൻഡ് യു ആർ ഗുഡ് ടു ഗോ ഇൻ ജോമെട്രി. റൈറ്റ്, നെക്സ്റ്റ്. നമ്പർ സിസ്റ്റം. എല്ലാ ടെക്സ്റ്റ് ബുക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്പർ സിസ്റ്റത്തിൽ നിന്നാണ്. പഠിക്കാനുള്ള വോളിയം ഏറ്റവും കൂടുതൽ നമ്പർ സിസ്റ്റത്തിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ തിയറംസ് ഉള്ളത് നമ്പർ സിസ്റ്റത്തിൽ നിന്നാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഏറ്റവും കുറവ് വെയിറ്റേജ് നമ്പർ സിസ്റ്റത്തിൽ നിന്നാണ്. ആൻഡ് ലാസ്റ്റ് ഇയർ 2023 ഒരു ക്വസ്റ്റ്യനും ഇല്ലായിരുന്നു. 2024 ഒരു റിമൈൻഡറിന്റെ ക്വസ്റ്റ്യൻ 2 സ്ലോട്ടുകൾ ഉണ്ടായിരുന്നു. സോ ബേസിക്കലി നമ്പർ സിസ്റ്റത്തിൽ ബേസിക്കലി വളരെ ബേസിക്സ് മാത്രം പഠിക്കുക. ഫാക്ടേഴ്സ്, മൾട്ടിപ്പിൾസ്, HCF, LCM, ഡിവിസിബിലിറ്റി, അങ്ങനത്തെ വളരെ ബേസിക്സ് പഠിപ്പിക്കുക. പിന്നെ ഒരു ഇപ്പൊ ഇഫ് യു ആർ ഫോളോയിങ് എനി യൂട്യൂബർ, എനി യൂട്യൂബ് ചാനൽ, they will go wild when it comes to remainder theorems. ഫെർമാറ്റ് തിയറം പഠിപ്പിക്കും, വിൽസൺസ് തിയറം പഠിപ്പിക്കും, എന്തൊക്കെയോ പഠിപ്പിക്കും. അതൊന്നും കഴിഞ്ഞൊരു 30 വർഷമായിട്ട് ടെസ്റ്റഡ് ആയിട്ടില്ല. അപ്പോൾ ഒരു ഫാക്കൽറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്ലാസ്സിൽ ഒരു ഷോ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ആസ്പെക്ട് നമ്പർ സിസ്റ്റമാണ്. ബിക്കോസ് ഓഫ് ദി മോസ്റ്റ് എമൗണ്ട് ഓഫ് സ്റ്റഫ് ദാറ്റ് യു ക്യാൻ ടീച്ച്. ബട്ട് ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ ക്ലിയറിംഗ് ക്യാറ്റ്, അപ്പോൾ ഒരിക്കലും നിങ്ങൾ ക്യാറ്റ് പ്രിപ്പറേഷൻ എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ understand the basics, factors, multiple, HCF, LCM, and you are good to go. And do the previous year. You will have at max 20 previous year questions from last 8 years, 20-25 previous year questions. Just understand that and the basics. Even mock most likely, ഇപ്പോൾ നിങ്ങൾ മേജർ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇപ്പോൾ നിങ്ങൾ മേജർ നാഷണൽ ലെവൽ മോക്കുകൾ എടുത്തു കഴിഞ്ഞാലും നമ്പർ സിസ്റ്റത്തിന്റെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വലിയൊരു നമ്പർ വന്നിട്ട് അതിനെ വേറെ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ എന്താണെന്ന് ചോദിക്കുന്ന, അങ്ങനെ വളരെ ആപ്ലി ഫാക്ടോറിയൽസിന്റെ ബേസ് സിസ്റ്റംസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അത് മോക്കുകളിൽ നിങ്ങളെ ചിലപ്പോൾ അത് ഡീമോട്ടിവേറ്റ് ചെയ്തേക്കാം. പക്ഷെ മോക്കുകളിൽ എന്തുകൊണ്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുക. അത് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമാണ്, അതിലധികം ക്രിയേറ്റിവിറ്റി ഇല്ല. അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടിയുണ്ട്. ക്യാറ്റിൽ ഇത് ടെസ്റ്റ് ചെയ്യുന്നില്ല. ഒരു 30 years ആയിട്ട്
ഒരു സർട്ടൺ ലെവലിന് മേളിൽ നമ്പർ സിസ്റ്റംസ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഐ എം സ്റ്റിൽ റിപ്പീറ്റിംഗ്, ഫാക്ടേഴ്സ്, മൾട്ടിപ്പിൾസ്, HCF, LCM, divisibility, and the previous year questions. You are good to go, right? മോഡേൺ മാത്ത് ഇപ്പോൾ ആരും CAT പ്രിപ്പറേഷൻ തുടങ്ങി വൺസ് യു ആർ ഇൻ ഓഗസ്റ്റ്, വൺസ് യു ആർ ഇൻ സെപ്റ്റംബർ, ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പോവുകയാണെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബറുകളിൽ വരുന്നൊരു ടോപ്പിക്കാണ് മോഡേൺ മാത്സ്. ആൻഡ് അപ്പോൾ തന്നെ കുറച്ചധികം വോളിയം നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്, കുറച്ച് ഗ്യാസ് ഡൗട്ടാണ്. അപ്പോൾ സ്റ്റിൽ മോഡേൺ മാത്സ് ഒരു ക്വസ്റ്റ്യൻ സെറ്ററിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് മോഡേൺ മാത്താണ്. പക്ഷെ CAT വളരെ ലെസ് ആയിട്ട് ഒരു കുറച്ച് വർഷങ്ങളായിട്ട് മോഡേൺ മാത്ത് ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. മോഡേൺ മാത്തിൽ വരുന്ന ടോപ്പിക്കുകൾ ഞാൻ പറയുകയാണെങ്കിൽ പ്രോബബിലിറ്റി വരും, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് വരും, സെറ്റ് തിയറി വരും. If you have limited time, I would only suggest you to learn set theory, because like I said, arithmetic applicationുകൾ DALR വരുന്നത് പോലെ set theory application also can come in DALR. ആൻഡ് ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് ഒറ്റ ടോപ്പിക്ക് പഠിച്ചിട്ട് CATന് പോവുകയാണെങ്കിൽ I would say set theory, because it can come in DALR. It uses basic arithmetic operations. So set theory, if I am suggesting in modern math, give highest priority to set theory, because it comes in LRDA and quantil വരുന്ന set theory questions ആണെങ്കിൽ അത് വളരെ ഈസി ആയിരിക്കും. quantil set theory questions are pretty easy. LRDA set theory questions you may have ഒരു 4 set Venn diagram വരാം, ചിലപ്പോൾ വേറൊരു ഡിഫറെന്റ് റെപ്രസെന്റേഷൻസ് യൂസ് ചെയ്യുന്ന സെറ്റ് തിയറി വരാം. അപ്പോൾ മോഡേൺ മാത്ത് ബിഗസ്റ്റ് പ്രയോറിറ്റി സെറ്റ് തിയറി, ദെൻ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ ഒരിക്കലും ഐ വിൽ നെവർ സജസ്റ്റഡ് ടെക്സ്റ്റ് ബുക്ക് അപ്രോച്ച് ടു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ, ബിക്കോസ് ടെക്സ്റ്റ് ബുക്കുകളിലെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ്റെ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കേസിനും ഓരോ ഫോർമുല എന്നുള്ള രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. യു വിൽ ഹാവ് വൈൽഡ് നമ്പർ ഓഫ് ഫോർമുലാസ് ഇൻ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ, ബിക്കോസ് അതെല്ലാം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യാൻ ഒരു ബേസ് ഫോർമുലയിൽ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന സൊല്യൂഷനെ അതൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമുല ആക്കി മാറ്റുന്നതാണ്. അപ്പോൾ ഒരിക്കലും പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ യു വാച്ച് ലെക്ചേഴ്സ്, വെരി ബേസിക് ലെക്ചേഴ്സ് ഓൺ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ, യു സോൾവ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓൺ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ, ബിക്കോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ലെവൽ ചോദിക്കേണ്ട ആവശ്യം അവർക്കില്ല. മോക്ക് ടെസ്റ്റുകളിൽ ചോദിച്ചെന്ന് വരാം. സോ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ, so first set theory, then permutation combination, and permutation combination you practice from the books, but don't learn theory from the books, theory from lectures. And then comes probability permutation ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. സോ ഓൾവേസ് ഫോളോ ദിസ് ഓർഡർ ഇൻ modern maths. First comes set theory, then comes permutation combination, then comes probability, right? So and this also maximum 1 to 2 questions, nothing more than that. And like ഞാൻ വീണ്ടും പറയുകയാണ്, preparation strategy, if you are good with arithmetic and algebra, good as in if you hit 80% questions rightly or 75% question rightly, you are looking at 99%. 99% അരിത്മെറ്റിക് ഓൾജിബ്ര മാത്രം പഠിച്ചിട്ട് പോയി. അത് ഇപ്പോൾ ഞാൻ ഒരു പേഴ്സണൽ എക്സാമ്പിൾ പറയുന്നത്, എൻ്റെ പ്രീവിയസ് കമ്പനിയിൽ എൻ്റെ ബോസ്, ഇപ്പം അദ്ദേഹം 25 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു IIM ഗ്രാജുവേറ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി VARC പ്രോപ്പറായിട്ട് സ്കോർ ചെയ്യും, പുള്ളി VARC പ്രോപ്പറായിട്ട് സ്കോർ ചെയ്യും, പുള്ളി DLR പ്രോപ്പറായിട്ട് സ്കോർ ചെയ്യും. Quantil, just to make the next batch of his students understand, he will only attempt arithmetic. Arithmetic മാത്രമാണ് പുള്ളി അറ്റംപ്റ്റ് ചെയ്യാറ്. ഓൾജിബ്ര പുള്ളി ടച്ച് ചെയ്യില്ല, വേറെ ഒന്നും പുള്ളി ടച്ച് ചെയ്യില്ല. ആൻഡ് കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് 98.5-98 താഴെ പെർസെൻറ്റേജിൽ പോയിട്ടില്ല. ദാറ്റ് ഈസ് ഹൗ ഗുഡ് ഇഫ് യുവർ അരിത്മെറ്റിക് ഈസ് ക്യാൻ ടേക്ക് യു. അപ്പോൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഓൾവേസ് ഫസ്റ്റ് കംസ് അരിത്മെറ്റിക്, then algebra, and practice a very large number of questions. ഞാൻ ഓരോ ക്വസ്റ്റ്യനും ബ്രൂട്ട് ഫോഴ്സ് ചെയ്യുന്നതിന് ഒരിക്കലും ഒരു ഫാൻ അല്ല. പക്ഷേ
ഞാൻ ടോട്ടൽ പ്രാക്ടീസിൽ ഞാൻ വളരെ ബ്രൂട്ട് ഫോഴ്സിൻ്റെ ഒരു ഫാനാണ്. പ്രാക്ടീസ് ആസ് മച്ച് ആസ് യു ക്യാൻ, ഗെറ്റ് ആസ് മെനി ക്വസ്റ്റ്യൻസ് ആസ് യു ക്യാൻ അണ്ടർ യുവർ ബെൽറ്റ്, ബിക്കോസ് അത് ഫണ്ടമെന്റലി ഗെറ്റ്സ് യു ഗോയിങ്. അതൊരു ഫണ്ടമെന്റലി ഒരു മോട്ടിവേഷൻ ഫാക്ടറാണ്. ഐ മീൻ, ഇപ്പോൾ ഒരു ബുക്കിൽ നിന്നാണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കി, ഓപ്ഷൻ സി, പേജ് തിരിച്ച് സൊല്യൂഷൻ നോക്കി, യെസ് സി റൈറ്റ്. ഐ മീൻ, അതൊരു പോസിറ്റീവ് മൊമെന്റമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം. പ്രാക്ടീസ് ആസ് മച്ച് ആസ് യു ക്യാൻ. ഐ മീൻ, you still have 240 days remaining for your CAT if you're writing this year. So I would always suggest get your priority order in right. Arithmetic, algebra, practice as much as you can. Preparation എപ്പോഴും ബേസ് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നാണ്. കാരണം എല്ലാം CAT-ആയിട്ട് ഒരു CAT നടത്തുന്ന ആൾക്കാർ ഒരിക്കലും ഒരു സിലബസ് അവർ പബ്ലിഷ് ചെയ്യുന്നില്ല. അവരെന്താണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നത് അതിൽ നിന്ന് ഫോം ചെയ്യുന്ന അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ടാണ് എല്ലാവരും മെറ്റീരിയൽ ഉണ്ടാക്കുന്നത്. ബേസിക്കലി യുവർ പ്രിപ്പറേഷൻ ഷുഡ് കംപ്ലീറ്റ്ലി ബി അപ്പോൺ എ ബേസ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. 2017 തൊട്ട് അവൈലബിൾ ആണ്. You have like 400-500 good quality questions. There are no bad quality CAT questions. That should be the fundamental base upon which you should build. And regarding the mocks strategy, quandil ഞാൻ പറയുകയാണെങ്കിൽ, if you have arithmetic in your hand, you have enough to clear the sectional cutoff. അപ്പോൾ that is the factor. ഇപ്പോൾ എപ്പോഴും ഒരു മോക്ക് എടുക്കുമ്പോൾ 40 minutes 22 question, ഞാൻ ലാസ്റ്റ് 45 ആണ് സ്കോർ ചെയ്ത് ക്വാണ്ടിൽ. അപ്പോൾ ബേസിക്കലി എൻ്റെ സജഷൻ, മോക്സിൽ ഐ ഗോ 50 ആ റേഞ്ച് പോവെങ്കിൽ, ഈവൻ ഇഫ് ദാറ്റ് ഇസ് ദ കേസ്, മൈ ഫസ്റ്റ് mocks, whenever I am taking a mock, my first objective is get 3 questions done, get my cutoff cleared. If you have arithmetic in place, there is no reason why you are missing on a cutoff. And എനിക്ക് last year ഒരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു, she scored touch and go 99. She missed Calcutta call because she missed her quant cutoff. Right. So fundamentally, you have to, whenever you are taking a test, first objective is clear the cutoff, because total ഇപ്പോൾ CAT 190 ഈ വർഷം തൊട്ട് 201 201 120 അടിച്ച് കയറ്റിയിട്ട് ഇപ്പോൾ ക്വാണ്ട് കട്ട് ഓഫ് ക്ലിയർ ചെയ്താണ്ട് ഒരു കാര്യമില്ല. So basically clear your cutoff first. Whenever you are taking a mock session, clear your cutoff first, get 3 questions in, then you go for the kill. എന്നാണ് എൻ്റെ ഒരു ടെസ്റ്റ് ടേക്കിംഗ് സജഷൻ ഞാൻ പറയുന്നത്. ആൻഡ് ലൈക്ക് ഐ സെഡ്, ഇതാണ് എൻ്റെ ടോപ്പിക് സജഷനുകളും ഇത് തന്നെയാണ്. ഓൾവേസ് ആസ്ക് യുവർ സെൽഫ്, ഈസ് ദിസ് ഗിവിംഗ് മി എ ഹൈ റിട്ടേൺ ഓൺ മൈ ഇൻവെസ്റ്റ്മെന്റ്? ഇപ്പോൾ ഫൈനാൻസിൽ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള കൃത്യമായ റിട്ടേൺ കിട്ടുന്നുണ്ടോ, ആ ഒരു ഉൾബോധത്തോടു കൂടി പഠിക്കാൻ ശ്രമിക്കുക. റൈറ്റ്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ യൂഷ്വലി പ്രിപ്പറേഷൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ആയിരിക്കും, ക്യാൻ വി പ്രിപ്പയർ എസ്പെഷ്യലി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വിത്തൗട്ട് കോച്ചിങ്, സെൽഫ് പ്രിപ്പറേഷൻ ആയിട്ട് ചെയ്യാൻ പോസിബിൾ ആണെന്ന് ചോദിക്കുമ്പോൾ യെസ്, ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി പോസിബിൾ. ഇപ്പോൾ ഞാനാണെങ്കിലും ഞാൻ സെൽഫ് പ്രിപ്പറേഷൻ ആയിട്ടാണ് ചെയ്തത്. But the problem with self preparation is it depends on you. You have to be a kind of person who would go around, find different topics, different type of questions from all the resources that are available, and Adini, you should be able to start asking questions. You yourself should start asking questions when you're learning a particular topic. Our curiosity indengil you can do that. And but the other factor is it is a lot of trial and error, because if in preparation time, because I didn't have anyone to tell me how to strategize attempts, how to strategize mock or something, I took 2 years. I took 2 attempts to clear CAT. Well, actually it was more than 2. First attempt I'm not counting as a serious attempt, because I didn't give I just randomly just registered for exam, looked at the topics and just went for the exam. 2019 I gave a serious attempt, again preparing myself, but because I lagged in strategies, because I lagged in certain aspects, I had to repeat again for CAT 2020 when I scored 99. So it is absolutely possible, but the thing is, it is a lot of trial and error. Maybe
you might take 2 years to crack it. But if you have a good coaching, if you take a good coaching center, good mentor who can guide you throughout, then what you can do in 2 3 years, you can do it in the first year. Because, for example, I as I told you, I took 2 3 years because it was all trial and error from my own experience. But if I had a mentor who had experienced the same things, and if he had, from his experience, if he had told me, probably I would have been able to clear faster. That is the thing. So it is not like you need. It is not like there is absolute necessity of any coaching. You can prepare on your own. But only thing is, you might need more trial, more attempts when you prepare on your own. And second thing is, you have to be the kind of person who would go around, be curious to learn stuff, and uh, to be self motivated as well. Because it is very easy, especially in quants, it is very easy to get lost. In the sense, you might, ഇപ്പോൾ പറഞ്ഞ പോലെ ജോമെട്രി ഓർ മോഡേൺ മാത്തിൽ മൾട്ടിപ്പിൾ കേസസ്, മൾട്ടിപ്പിൾ ഫോർമുലാസ് ഇങ്ങനെ പഠിച്ചുകൊണ്ട് യു മൈറ്റ് ഫീൽ ഗുഡ് ദാറ്റ് യു ആർ പുട്ടിംഗ് ലോട്ട് ഓഫ് എഫേർട്ട്. യു ആർ at the end, when you look at your CAT journey, before CAT, you might feel like, okay, I have learned a lot, now I can go and I can give the exam, I can like nail this exam. പക്ഷെ അങ്ങനെയല്ല CAT വർക്ക് ചെയ്യുന്നത്. CAT ആക്ച്വലി ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു മിനിമലിസ്റ്റിക് അപ്രോച്ച് ആണ് ഏറ്റവും ബെറ്റർ. ഈ പറഞ്ഞ പോലെ അർത്തമെറ്റിക് ആൻഡ് അൽജീബ്ര പ്രോപ്പർ കൺസെപ്റ്റ് വെച്ച് മനസ്സിലാക്കിയിട്ട് അതിന്റെ അപ്ലിക്കേഷൻ ലെവൽ മനസ്സിലാക്കിയിട്ട് clear mind വെച്ച് പോയാൽ തന്നെ you will be able to score much better than somebody who has by heart a lot of formulas for each and every case. And if you are starting off your journey and you're looking for a coaching, ഇപ്പോൾ കേരള ബേസ്ഡ് ആയിട്ട് ഒരു കോച്ചിങ് ആയിട്ട് നോക്കുവാണെങ്കിൽ, we have started our Sunday batches, which started 2 weeks back. We had one induction session and two basics of quantitative aptitude sessions, both of which I'll be sending to you all in the community. I'll be sending the recordings of all of it. You can just go through അപ്പോൾ ആ റെക്കോർഡിങ്സ് വെച്ച് നിങ്ങൾക്ക് നമ്മുടെ ടീച്ചിങ് സ്റ്റൈൽ മനസ്സിലാവും. ആൻഡ് ഓൾസോ യു വിൽ നോ വാട്ട് യു വിൽ ഓൾസോ വെറുതെ ടീച്ചിങ് സ്റ്റൈൽ മനസ്സിലാക്കാൻ വേണ്ടി അത്രയും ടൈം വേസ്റ്റ് ചെയ്യേണ്ട. ബിക്കോസ് ഫസ്റ്റ് സെഷൻ ഇസ് ഓൾ അബൌട്ട് ദ ഹോൾ MBA admission process. So you will get a complete idea about the MBA admission process. That is the value that you will get for the time that you spend. And Malayalam and English will be the language of teaching, and the timing is on Sundays 10 a.m. to 2 p.m. So if you look at the price also, it is much less than what any other coaching center is charging here in Kerala. So the pricing is 35,000, but right now we have early bird offer for this month until the end of March, which is for another 4-5 days. So we have it for 30,000. If you join now, it will be, if you are looking for coaching, I would advise join now, because going ahead from the next Sunday, we are going to start with topics, hardcore quants topics and all the other topics. So you shouldn't miss a lot. But for what has happened now, all the basics of calculation, how to do basic calculations, how to write basic equations, we have the recordings for that, and that will be shared to you. And any Sunday, if you are missing the live class, it is online class. If you're missing the live class, you will also get the recording. So just not being present on being able to attend classes on Sunday is not an excuse. You will get the recording as well. Just looking at how we are better, how we are different from others. One, as I told you, pricing, it's almost 40% lower than what anybody else is pricing, because we don't want to unnecessarily charge a lot from students. Especially students are in just 1 year or 2 years of just having a job. That is, our level, we don't want to charge a lot, so it is student friendly pricing. And പറഞ്ഞ പോലെ brute force learning or formula based learning alla, unlike other coachings, we are focusing more on concept, logic and application of logic, and mostly common sense. ഇപ്പൊ നോക്കുവാണെങ്കിൽ we'll try to make you solve CAT questions with what you already know, the common sense that you already have. And the other thing is, in the experience, which what I have understood is, just purely learning alone is not enough, because CAT is a mental game as well. You have to be alert, you have to have all the emotional quotient, EQ, right during that 2 hours of exam. If not, all the effort that you had put for the past 1 year goes wasted. അപ്പോൾ ആ 2 hours alert and calmness വേണം. അതിനുവേണ്ടി we have also included meditation in our course, wherein a meditation expert will come and teach you how to meditate. This will help you a lot. And if you also have any problem with concentration, you are not being able to focus, you can talk to that expert and they'll clear it out. And the other thing is, it's one-on-one guidance. Though we have online class, live online class ആണെങ്കിലും, it will be in a batch. But after the batch, after Sundays or the class timing, throughout the week, there are mentors who are available, who will be constantly calling you. They'll call you and they'll ask you, is it clear, is it clear, or are you in track with the progress?
and that will keep you, what to say, it will keep you validated, it will keep you answerable in a way wherein you will not deviate from the preparation. So if you're interested, you can ping us on WhatsApp. We'll get in. My mentors will get in touch with you. And this is a team. This is a team behind the B Schooler. So all the faculties that we have, especially at least for the sections that they are teaching, they have scored 99 percentile. And we also have Anupam, who is a mentor. So he'll be mentoring you. He'll be there throughout your CAT journey until this CAT gets over. Yeah, so that is it for the session. If you have any doubt, Q&A, you want to ask any questions, you can drop the question in the chat box, and we will answer it right away. If you guys have any doubt, you can drop the question. If you do not have doubt, you can just drop all good. Let's just say something like all good, and you can just drop off from the call. But just because we have spent 1 hour, just if everything is clear, at least drop a all good, everything clear or something in the chat box, so that we know the 1 hour that we have spent has gone into some use. Okay, we have got one all good. So glad that it was of use. Okay. It can be any doubt, anything that you have related to CAT, related to quants, related to MBA admissions, anything, you can just ask us right away. Quant മാത്രമാക്കണമെന്നില്ല ഇപ്പോൾ ബേസിക്കലി എനി സെക്ഷൻ എനിത്തിങ് റിലേറ്റിംഗ് ടു ഗെറ്റ് എനി എക്സാംസ് യു ക്യാൻ ആസ്ക് ആബ്സല്യൂട്ട്ലി നോ ഇഷ്യൂസ് വിത്ത് ദാറ്റ്. അല്ലെങ്കിൽ ഒരു ബേസിക് ഡൗട്ട് ലൈക്ക് വാട്ട് ഈസ് കാറ്റ് എന്തിനു വേണ്ടിയാ ഏതിനുള്ള ആ ലെവൽ ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ യു കൻ ആസ്ക് us. Okay, if it is all clear, those who have dropped all clear, you can okay. So is family business work-ex considered? So family business work-ex will be considered, but the thing is, because it is something that most people use to cover up year gap, people in their during the person interview, they'll test you a lot on this family business. In the sense, they will test you on your complete understanding of the business, what value you added. It is not simply that you went and sat there. It is what did you do there, what did you learn from there, and if at all you do MBA, how are you going to improve your family business, why do you want to come to MBA if you already have family business. These kind of questions, they'll try to understand A to Z of what you have done, so that they get a validation that okay, you have actually added some value and not simply come with a certificate from your family. That's it. Will a gap year, so Albi is asking, will a gap year affect the admission process? I'll take that. Yeah. So ഇപ്പോൾ ടു ഇയേഴ്സ് ആയിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ്ലി കാറ്റ് ആസ്പിറൻസിനെ മെൻറ്റർ ചെയ്യുന്ന ഐ ഹാവ് സീൻ പീപ്പിൾ വിത്ത് 5 years or 4 years gap in IIMs. So basically it is just about how you are able to justify your gap. എങ്ങനെ ആ ഗ്യാപ്പിനെ ജസ്റ്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ യൂഷ്വലി കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ഞാൻ ഈ വർഷം 2 ഇന്റർവ്യൂ ഞാൻ പേഴ്സണലി കൊടുത്തു. ഇപ്പോൾ ഐ ആം ട്രെയിനിങ് പീപ്പിൾ ഫോർ ഇന്റർവ്യൂ, സോ ഐ ഹാവ് ടു ഗീവ് ഇന്റർവ്യൂസ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ട്രെയിൻ പീപ്പിൾ. അപ്പം ഞാൻ ബേസിക്കലി എൻ്റെ പ്രൊഫൈലിൽ ഇപ്പോൾ ഇയർ വൈസ് നോക്കുവാണെങ്കിൽ ഒരു 1 year ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ they didn't even care, because everything apart from that on my profile they asked, because gap മാത്രമാണെങ്കിൽ you just explain in the interview. അവിടെ മാത്രമാണ് അഡ്മിഷൻ പ്രോസസ്സിൽ ഇന്റർവ്യൂവിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ജസ്റ്റിഫൈ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് 3 years ഗ്യാപ്പ് ഡ്യൂ ടു UPSC prep, ആൻഡ് പുള്ളിയുടെ ഇന്റർവ്യൂ was basically filled on what an aspirant needs to know when it comes to UPSC prep, and he was able to answer that, which technically shows he did not bluff away his 3 years. ആ 3 years കംപ്ലീറ്റ്ലി ബ്ലഫ് അവേ ആയ പോലെയല്ല. അദ്ദേഹം 3 വർഷം UPSC പഠിച്ചു. ഐ മീൻ 10 ലക്ഷം പേര് എഴുതുന്നു, 900 seats, യു നോ ദ പ്രോബബിലിറ്റി. അപ്പോൾ കിട്ടിയില്ല, പക്ഷേ ഹി നോസ് ഹിസ് സ്റ്റഫ് ആൻഡ് ഹി ഈസ് ഇൻ ആൻ IIM റൈറ്റ് നൗ. സോ അതാണ് കാര്യം. ഗ്യാപ്പ് ഇയർ
If you are able to justify, absolutely no issues. So, uh, CEO Sunny, yeah, Varun, do you want to take up? so like I said, ഇത് ജോമെട്രിയുടെ ഇഷ്യൂ, ഐ മീൻ വെയിറ്റേജ് ഇയർ വൈസ് കുറഞ്ഞു വരികയാണ്. ഇഫ് അറ്റ് ഓൾ, ഐ വിൽ നെവർ സജസ്റ്റ് ടു സ്കിപ്പ് ജോമെട്രി കംപ്ലീറ്റ്ലി. യു ഒരു കോൺസെപ്റ്റ് വൈസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി, കോൺസെപ്റ്റ് വൈസ് ഐ മീൻ നോട്ട് എ ഹൈ ലെവൽ ഓഫ് പ്രാക്ടീസ്. ഇപ്പൊ എന്താണ് ബേസിക്കലി സാധനം എന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 2022 ഒരു വളരെ ബേസിക് ആയിട്ട് ഒരു ഡിസ്റ്റൻസ് ഫോർമുലയുടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ദാറ്റ് ഇസ് ക്ലാസ് 7th ലെവൽ, നോട്ട് ഈവൻ ക്ലാസ് 10th ലെവൽ, ക്ലാസ് 7th. ഇപ്പോൾ ഒരു ബേസിക്കലി ജോമെട്രി പഠിക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല നമ്മൾ അറിഞ്ഞ് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ് വന്നു കഴിഞ്ഞാൽ that will lose. I would always suggest understand geometry, understand the crux of geometry. Even if you don't go hardcore into the practice of geometry, understand geometry as a whole. കോൺസെപ്റ്റുകൾ ഒന്നും വിടാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഹാങ്ങിങ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അതായത് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഫ്രൂട്ട്സ്, ഐ മീൻ ക്വസ്റ്റ്യൻസ് മിസ്സാവും. ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ, ആൻഡ് ഡിപ്പെൻഡ്സ് ഹൗ മച്ച് യു വാണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ ദ പ്രാക്ടീസ് സെഷൻ. സോ I would definitely suggest go hardcore on arithmetic and algebra upfront, because recent trends suggest that. And regarding geometry, if you don't feel like going all in on that, it's fine. Just that have an overall understanding. സിഒ ഏതൊരു മോഡ്യൂൾ ആണെങ്കിലും ഡോണ്ട് സ്കിപ്പ് എ മോഡ്യൂൾ ആസ് എ ഹോൾ. അതിന്റെ ബേസിക് ഇപ്പോൾ മോഡേൺ മാത്തിൽ ജസ്റ്റ് ഇഫ് യു ഡോണ്ട് ഗോ ഇൻ ടു ഡീപ്പ് ഇൻ ടു പ്രോബിലിറ്റി, ഡീപ്പ് ഇൻ ടു പെർമുട്ടേഷൻസ് കോമ്പിനേഷൻ, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് പെർമുട്ടേഷൻ കോമ്പിനേഷൻ, ബേസിക് application of it, understand what probability is, basic application. Similarly, geometry, know what is basics എന്ന് പറയുമ്പോൾ know what is a equilateral triangle. Equilateral triangle equal sides equal ആകുമ്പോൾ തന്നെ you should know that angles should be equal. അപ്പൊ ആ ഒരു ഇത് വെച്ച് you should be able to at least ഇപ്പൊ പറഞ്ഞ പോലെ easy questions from any module you shouldn't be missing out, because easy question ഏത് മോഡ്യൂളിന് ആൻസർ ചെയ്താലും you get 3 marks. Arithmeticsന്റെ ഏറ്റവും toughest question you take 10 minutes on answer, you still get only 3 marks, right? So your objective the moment your quant starts is not to solve just topics from questions from one particular model. It should be to solve easy questions at first, and then when you go into higher difficulty questions, go to the topics that you are comfortable with. Go to arithmetic if you are comfortable. Skip tough questions from geometry. You can do that, but don't never avoid easy questions from any module, because you get 3 marks for easy questions as well. Yeah, so anything else from anyone? I hope that cleared your doubts here. Any prep related doubt, anything, please feel free to ask. If there is no doubt, you're absolutely clear, you can drop off from the call, and the moment everyone drops off from the call, we'll know that everybody is clear and we'll also drop off. എല്ലാവർക്കും ഡിന്നർ കഴിക്കാൻ ടൈം ആയി എന്ന് മനസ്സിലായി. Okay, CEO Vaishnav, Devika, if you do not have any doubt, you can drop off. Okay, Varun, I think that was I think we can end the call here. നല്ല സെഷൻ ആയിരുന്നു, ലൈക്ക് കംപ്ലീറ്റ് കോംപ്രഹെൻസീവ് വ്യൂ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഇറ്റ് വാസ് ഐ തിങ്ക് അത്യാവശ്യം നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും ഫോർ സ്റ്റുഡൻസ് ടു സ്റ്റാർട്ട്, ആൻഡ് ഐ ക്യാൻ സീ ദാറ്റ് ഫ്യൂ ഓഫ് ദം മൈറ്റ് ഓൾസോ ബി റിപ്പീറ്റേഴ്സ്. സോ അവർക്കും അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ഫ്രം വാട്ട് ദേ ഹാഡ് എക്സ്പീരിയൻസ് ടു വാട്ട് ദേ ഷുഡ് സൈൻ അപ്പ് ദിസ് ടൈം, they have got an idea. Right. Peak എത്ര